Hi friends, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഇൻകം ടാക്സിൻ്റെ കുറച്ച് ബേസിക് പ്രൊവിഷൻസ് ലൈക്ക് സെക്ഷൻ നമ്പർ 1 ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് അപ്ലിക്കബിലിറ്റി, സെക്ഷൻ നമ്പർ 2 ഡെഫിനിഷൻസ്, സെക്ഷൻ നമ്പർ 3 എന്തായിരുന്നു പ്രീവിയസ് ഇയർ റിലേറ്റഡ് കോൺസെപ്റ്റ്, സെക്ഷൻ നമ്പർ 4 ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻകം ടാക്സ് അല്ലേ. ദെൻ അടുത്ത് നമ്മൾ പോകുന്നത് വീണ്ടും കുറച്ച് ബേസിക് നമുക്കൊന്ന് സ്ട്രോങ് ആയിട്ട് മാത്രം എന്ത് ചെയ്യുക മുന്നോട്ട് പോവുക. അപ്പോൾ അടുത്തത് കമ്പോണൻസ് ഓഫ് ഇൻകം ടാക്സ് ലോ. ഓക്കെ, സോ കമ്പോണൻസ് ഓഫ് ഇൻകം ടാക്സ് ലോ. അപ്പോൾ എന്താണ് സോഴ്സ് ഓഫ് ഇൻകം ടാക്സ് ലോ? അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് അല്ല ഇൻകം ടാക്സ് ലോ. ഇൻകം ടാക്സ് ലോ മീൻസ് കുറച്ചുകൂടെ ബ്രോഡാണ്. ഓക്കെ, ഇൻകം ടാക്സ് ലോയുടെ ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ എവിടെയൊക്കെയാണ് ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ കമ്പോണൻസ് ഓഫ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ വരുന്നത് ഫസ്റ്റ് ഇൻകം ടാക്സ് ആക്ട് 1961. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻകം ടാക്സ് ആക്ട് 1961 298 സെക്ഷൻ, നമ്പർ വൈസ് നോക്കുകയാണെങ്കിൽ 298 സെക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 മുമ്പേ തന്നെ ഇൻകം ടാക്സ് ആക്ട് ഉണ്ടായിരുന്നു അല്ലേ. 1918, 22, ഓക്കെ, 1860, 1860 ഇൻകം ടാക്സ് അന്ന് തൊട്ട് തുടങ്ങിയതാണ്. സോ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ അപ്ലിക്കബിൾ ആയിട്ടുള്ള ആക്ട് ഏത് തന്നെയാണ് 1961 ഇൻകം ടാക്സ് ആക്ട് ആണ്. അപ്പോൾ പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് 1961 ഓക്കെ വിത്ത് എഫക്റ്റ് ഫ്രം എന്താണ് 1/4/1962 ആണ്. അപ്പോൾ 1961 നിയമം എന്നാണ് അപ്ലിക്കബിൾ ആവുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവ് ഡേറ്റ് വരുന്നത് 1/4/1962 ബിക്കോസ് ഈ ഒരു നിയമം 61 നിയമം ആക്ച്വലി ഇനാക്ട് ചെയ്തത് സെപ്റ്റംബർ 13, 1961. അപ്പോൾ നമുക്കറിയാം ഇൻകം ടാക്സ് ആക്ട് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഒരു ആനുവൽ ടാക്സ് ആണ്, ഫിനാൻഷ്യൽ ഇയർ ബേസിസിലാണ് വരുന്നത്. അപ്പോൾ 1961 സെപ്റ്റംബർ 13 നമ്മൾ വരുമ്പോൾ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടം വരെ വെയിറ്റ് ചെയ്തു? നെക്സ്റ്റ് ഇയർ തുടങ്ങാനും വേണ്ടി, നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ തുടങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. കൂടാതെ 1922 ഇൻകം ടാക്സിൽ നിന്ന് 1961 ഇൻകം ടാക്സിലോട്ട് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു ട്രാൻസിഷൻ. ഓക്കെ, നമുക്ക് എല്ലാവരും റെഡി ആവണം, പ്രൊഫഷണൽസ്, ടാക്സ് പ്രൊഫഷണൽസ് റെഡി ആവണം. ഈവൻ ടാക്സ് ബിസിനസ്സുകളുള്ള അവർക്കും എന്ത് ചെയ്യണം, അവരുടെ ഈ പഴയ പ്രൊവിഷൻസ് മാറ്റി പുതിയ പ്രൊവിഷൻസിനനുസരിച്ച് അവരെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, സെറ്റാക്കണമെങ്കിൽ ഒരു റെഡി ആക്കണമെങ്കിൽ നമുക്കൊരു പ്രിപ്പറേഷൻ ടൈം വേണം അല്ലേ. ആ ഒരു പ്രിപ്പറേഷൻ ടൈമും കൂടെ കൊടുക്കാൻ ഒരു ട്രാൻസിഷൻ ടൈം ആയിട്ടാണ് ആക്ച്വലി 1961 ഇൻകം ടാക്സ് നിയമം നിലവിൽ വന്നെങ്കിലും അതിൻ്റെ എഫക്റ്റീവ് ഡേറ്റ് 1/4/1962 ആവാനായിട്ടുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റ് ഓഫ് ഇൻകം ടാക്സ് ലോ എന്ന് പറയുന്നതാണ് ഇൻകം ടാക്സ് ആക്ട് 1961. ഓക്കെ, അടുത്ത നമ്മൾ വരുന്നത് രണ്ടാമത്തത് ഇൻകം ടാക്സ് റൂൾസ് 1962. ഓക്കെ, അപ്പോൾ ആക്ടിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങൾ ആക്ട് പറയുന്ന പല പ്രൊവിഷൻസും അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, ഓക്കെ, എങ്ങനെയാണ് അത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആക്ടിൻ്റെ അകത്ത് തന്നെ പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആക്ട് ഭയങ്കര ബൾക്കി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആക്ട് നമ്മൾ ഇനി വായിച്ചു തുടങ്ങുമ്പോൾ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഓക്കെ, സോ പല ആക്ടിലെ പല പ്രൊവിഷൻസ് നമ്മൾ വായിക്കുമ്പോൾ അതിന് ലാസ്റ്റ് കാണാൻ പറ്റും ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഈ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത് എന്താണ്, ഇൻകം ടാക്സ് റൂൾസ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ റൂൾസ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇൻകം ടാക്സ് റൂൾസ് 1962 ഫോർമുലേറ്റ് ഫോർ ദ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ആക്ട്. ഓക്കെ, ആക്ടിൻ്റെ ഒരു പ്രോപ്പർ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ റൂൾസ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ബാക്ക് ടു വായിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഓക്കെ, അതെന്തിനാണ് ഉദ്ദേശിക്കുന്നത്? റൂൾസിനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ആക്ട് റൂൾസ് രണ്ടിലുള്ള ഒരു വ്യത്യാസം കൂടെയുണ്ട്. ഈ ആക്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു ആക്ട് നിലവിൽ വരുന്നതിനെ കുറിച്ച് സംസാരിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? നമ്മളെ പാർലമെൻറ്റിൽ അല്ലേ, ലോക്സഭ, രാജ്യസഭ, ഇന്ത്യൻ പ്രസിഡന്റ് സൈൻ ചെയ്യണം. അപ്പോൾ ഓരോ ചേഞ്ചസ് വരുത്താനായിട്ട്, ഓരോ ചെറിയ കാര്യങ്ങളിലും ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഒരു പ്രൊവിഷൻസ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ എവിടെയാണെങ്കിൽ ലോയുടെ ഇൻകം ടാക്സ് ആക്ടിൻ്റെ അകത്താണെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാ ചേഞ്ചസിനും നമ്മൾ എവിടെ പോകേണ്ടി വരും? പാർലമെന്റ് ത്രൂ പോകേണ്ടി വരും. സോ ഇന്ത്യയിൽ പാർലമെന്റിന്റെ മീറ്റിംഗ് കൂടുന്ന വളരെ കുറവാണ്, നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇത് മീറ്റിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ ഓരോ ചെറിയ ചെറിയ ചേഞ്ചുകൾക്കും സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പാർലമെന്റിൽ ഇങ്ങനെ അപ്രൂവൽ എടുക്കാതെ പാസ്സാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ പ്രൊവിഷൻസ് നമ്മൾ എവിടെ കൊടുക്കും? ആക്ടിൻ്റെ അകത്ത് കൊടുത്തിട്ട് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഇൻകം ടാക്സ് റൂൾസിൻ്റെ അകത്തായിരിക്കും. അപ്പോൾ റൂൾസ് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റിന്, ഓക്കെ, ഭരിക്കുന്ന ഗവൺമെന്റിന് ത്രൂ നോട്ടിഫിക്കേഷൻസിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നതുകൊണ്ട് അതിലെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമാണ്. ഓക്കെ, കമ്പയർ ടു
ആക്ടിനെ അപേക്ഷിച്ച്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് ഏതാണ് കമ്പോണൻസ്? ഇൻകം ടാക്സ് റൂൾസ്. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 ആൻഡ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് 1962 ഫസ്റ്റ് ഏപ്രിൽ മുതൽ. ദെൻ ഇൻകം ടാക്സ് റൂൾസ് 1962 ഫോർ ദ ബെറ്റർ അല്ലെങ്കിൽ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഇനി അടുത്ത് ആനുവൽ ഫിനാൻസ് ആക്ട്. ഓക്കെ, ഇനി ഇൻകം ടാക്സ് ആക്ട് 1961 ഇത് ഇഷ്യൂ ചെയ്തത് അല്ലെങ്കിൽ കൊണ്ടുവന്നത്. അതിനുശേഷം വരുന്ന ചേഞ്ചസ് അല്ലേ, അന്ന് ആ ഒരു 1961 ശേഷം ഇപ്പോൾ 2024, 25, 26 ഇനിയുള്ള സമയങ്ങളൊക്കെ ഒരുപാട് ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ബിസിനസ്സിലുള്ള മാറ്റങ്ങൾ, ടെക്നോളജിക്കൽ ചേഞ്ചസ്, ഇൻഡസ്ട്രിയിലുള്ള പല മാറ്റങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ഇനി അന്ന് ആലോചിച്ചൊക്കെ പണത്തിൻ്റെ മൂല്യം തന്നെ ആലോചിച്ചൊക്കെ 1961 ആ ഒരു ടൈം വാല്യൂ അല്ലെങ്കിൽ ആ ഒരു പൈസയുടെ മൂല്യമാണോ ഇന്നുണ്ടാവുന്നത്? അല്ല. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ടാക്സിൻ്റെ പ്രൊവിഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം, ചേഞ്ചസ് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ ഇൻകം ടാക്സ് ആക്ടിൻ്റെ അകത്ത് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആനുവൽ ഫിനാൻസ് ആക്ട് ആണ്. പൊതുവെ നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഓരോ വർഷവും ഫെബ്രുവരിയിൽ വരുന്ന, നോർമലി നമ്മൾ ഫെബ്രുവരിയിലാണ് ബഡ്ജറ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഫിനാൻസ് മിനിസ്റ്റർ ഫെബ്രുവരിയിൽ എന്ത് അവതരിപ്പിക്കും? ബഡ്ജറ്റ് അവതരിപ്പിക്കും. ആ ബഡ്ജറ്റിലെ നമ്മൾ ഫിനാൻസ് ആക്ടിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അമെൻമെൻറ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം മൂന്നാമത്തെ കമ്പോണൻറ്റ് അമെൻമെൻറ്റ്സ് ടു ഇൻകം ടാക്സ് ആക്ട് 1961 എങ്ങനെയാണ് വരുന്നത്? എവറി ഇയർ ത്രൂ ദിസ് ആക്ട്, ദറ്റ് ഈസ് ബഡ്ജറ്റിലൂടെയാണ് നമ്മൾ അമെൻമെൻറ്റ്സ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് ആക്റ്റായി, ഇൻകം ടാക്സ് റൂൾസ് ആയി, അതുപോലെ തന്നെ ആനുവൽ ഫിനാൻസ് ആക്ട്. ഓക്കെ, അടുത്ത് നമുക്ക് വരുന്നത് സർക്കുലേഴ്സ് ആണ്. ഓക്കെ, എന്താണ് സർക്കുലർ എന്ന് പറഞ്ഞാൽ? സർക്കുലർ മീൻസ് ഒരു CBDT, CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. ഓക്കെ, അപ്പോൾ CBDTനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് നമ്മുടെ ടാക്സിൻ്റെ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ഹൈറാർക്കി നമ്മുടെ രാജ്യത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സുപ്രീം പവർ. ഓക്കെ, സോ മദർ ഓഫ് ഓൾ ആക്ട് എന്ന് പറഞ്ഞ ആരായിരിക്കും? കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും അല്ലെ. ഇന്ത്യയിൽ ഏറ്റവും ഫസ്റ്റ് ഇനി എന്ത് ഇന്ത്യയിൽ ഉണ്ടാവുമ്പോഴും അത് എഗെയിൻസ്റ്റ് എന്താവാൻ പാടില്ല? കോൺസ്റ്റിറ്റ്യൂഷന് എഗെയിൻസ്റ്റ് ആവാനായിട്ട് പാടില്ല അല്ലേ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്തുകൊണ്ടാവരുത് ഒരു കാര്യവും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സുപ്രീം പവർ ആർക്കായിരിക്കും? കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഇനി ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിലാണ് നമുക്ക് ആര് വരുന്നത്? പാർലമെൻറ്റ് അല്ലേ. പാർലമെൻറ്റ്. ഇനി പാർലമെൻറ്റിൽ ഇലക്ഷൻ നടത്തിയിട്ട് നമ്മൾ ജയിക്കുന്ന പാർട്ടി ആരായി മാറും? ഗവൺമെൻറ്. ഓക്കെ, ഗവൺമെൻറ്. ദെൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ മിനിസ്ട്രി, ദറ്റ് ഈസ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഈ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ദറ്റ് ഈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ താഴെ വരുന്നത് പാർലമെൻറ്റിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ദെൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഇതിൽ വരുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ അല്ലേ. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂവിൽ നമുക്കൊരു 2 ബോർഡിലേക്ക് CBDT അതുപോലെ തന്നെ CBIC. അതായത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച പോലെ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും അതിൻ്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സും അതുപോലെ തന്നെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്. ഓക്കെ, അപ്പോൾ CBDT മീൻസ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സും CBIC മീൻസ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ബോർഡ്, CBDT, CBIC 2 ബോർഡുകൾ ഇതിൻ്റെ കീഴിൽ വരുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂവിൻ്റെ കീഴിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഓഫീസർമാരുണ്ട്. സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് ഓഫീസർമാരെന്ന് പറയുമ്പോൾ നമ്മളെ സംസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമ്മൾ PSC എക്സാമുകളൊക്കെ എഴുതിയിട്ട് ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടുന്നത് പോലെ സെൻട്രൽ ലെവലിൽ UPSC എക്സാംസ് ഒക്കെ എഴുതിയതിന് ശേഷം നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ടാവും IAS, IRS, IPS അല്ലേ. അതിൽ IRS, ദറ്റ് ഈസ് ഇന്ത്യൻ റവന്യൂ സർവീസ്. ഓക്കെ, അപ്പോൾ UPSC എക്സാമിൽ ഇന്ത്യൻ റവന്യൂ സർവീസ് അച്ചീവ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിൽ പൊതുവെ ഓഫീസേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഓഫീസേഴ്സ് ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ പൊതുവെ ഫസ്റ്റ് വരുന്നത് നമുക്കൊരു കമ്മീഷണർ, അല്ലെങ്കിൽ ഒരു ചീഫ് കമ്മീഷണർ. പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ. ഞാൻ ഏറ്റവും ബേസിക് ആയിട്ട് ഈ രീതിയിലെങ്കിലും ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. കൂടുതൽ ഒരു എക്സാം ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും വരാറില്ല. പക്ഷെ നമ്മളിതൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഫൈനൽ ലെവലിലുള്ള സ്റ്റുഡൻസിനെ പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ചീഫ് കമ്മീഷണർ ആയിരിക്കും ആദ്യം വരുന്നത്. ഓക്കെ, ഈ ഒരു ചീഫ് കമ്മീഷണർ താഴെയായിട്ട് നമുക്ക് നോർമൽ കമ്മീഷണർ, ദറ്റ് ഈസ് കമ്മീഷണർ. ഓക്കെ, അപ്പോൾ ചീഫ് കമ്മീഷണർ താഴെ കമ്മീഷണർക്ക് താഴെ
ദറ്റ് ഈസ് അഡീഷണൽ അല്ലെങ്കിൽ ജോയിൻറ്റ് കമ്മീഷണർ. ഓക്കെ, ദെൻ ഈ അഡീഷണൽ ജോയിൻറ്റ് കമ്മീഷണർക്ക് താഴെയായിട്ട് അടുത്തൊരു അതോറിറ്റി വരുന്നതാണ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി. ഓക്കെ, അപ്പോൾ ചീഫ് കമ്മീഷണർക്ക് താഴെ കമ്മീഷണർ, കമ്മീഷണർക്ക് താഴെ നമുക്ക് ജോയിൻറ്റ് അല്ലെങ്കിൽ അഡീഷണൽ കമ്മീഷണർ, അതിന് താഴെ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ. ഓക്കെ, ഇതിന് താഴെ വരുന്നതാണ് അതർ ഓഫീസേഴ്സ് അല്ലെങ്കിൽ അതർ ക്ലറിക്കൽ ഓഫീസേഴ്സ് എന്നൊക്കെ പറയാം. ഓക്കെ, ക്ലറിക്കൽ ഓഫീസേഴ്സ് പൊതുവെ നമ്മൾ ഇൻസ്പെക്ടേഴ്സ് എന്നൊക്കെ പറയും, ഇൻസ്പെക്ടേഴ്സ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഓഫീസേഴ്സ് ആദ്യത്തെ ലെവലിൽ വരുന്നത്. ചീഫ് കമ്മീഷണർക്ക് താഴെ കമ്മീഷണർക്ക് താഴെ അഡീഷണൽ ജോയിൻറ്റ് കമ്മീഷണർ, അതിന് താഴെ അസിസ്റ്റന്റ് ഡെപ്യൂട്ടി കമ്മീഷണർ, അതിന് താഴെ വരുന്നത് അതർ ക്ലറിക്കൽ ഓഫീസേഴ്സ് അല്ലെങ്കിൽ അതർ ഓഫീസേഴ്സ്. പൊതുവെ ഈ ഓഫീസേഴ്സിനെ ഇത് ഡയറക്റ്റ് ടാക്സിലാണെങ്കിലും ഇൻഡയറക്റ്റ് ടാക്സിലാണെങ്കിലും ഇത്തരം ഓഫീസർമാർ ഈ ഒരു റാങ്കുകൾ ഓഫീസറിൻ്റെ ഈ റാങ്കുകൾ ഉണ്ടായിരിക്കും. then ഇവരെ പൊതുവെ നമ്മൾ ഇൻകം ടാക്സിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് അസസിങ് ഓഫീസർ. ഓക്കെ, ഇൻകം ടാക്സിൽ നമ്മൾ വിളിക്കുന്ന പേര് അസസിങ് ഓഫീസർ. മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും അസസിങ് ഓഫീസർ എന്നുള്ള വേർഡ് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം ഓഫീസർമാരെ പൊതുവായിട്ട് വിളിക്കുന്ന പേരാണ് അസസിങ് ഓഫീസർ. പിന്നെ മറിച്ച് GSTയിലോട്ട് വരുമ്പോൾ GSTയിലോട്ട് വരുമ്പോൾ ഈ ഓഫീസർമാരെ നമ്മൾ പൊതുവെ പറയുന്നത് GSTയിൽ പറയുന്ന അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സിൽ പറയുന്നത് പ്രോപ്പർ ഓഫീസർ. ഓക്കെ, ഇവരുടെ റാങ്കൊക്കെ ഏകദേശം സെയിം, ഇതുപോലെ തന്നെ കമ്മീഷണർ, അസിസ്റ്റന്റ്, അഡീഷണൽ ഇതൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഇൻകം ടാക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അസസിങ് ഓഫീസറിനും അതുപോലെ തന്നെ GSTയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോപ്പർ ഓഫീസർ എന്നുള്ള പേരാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഓഫീസേഴ്സ് നോർമലി ഒരു അസസിയുടെ ടാക്സേഷൻ്റെ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുമ്പോൾ ഈ ഒരു അസസിങ് ഓഫീസേഴ്സാണ് എന്ത് ചെയ്യുന്നത്, അതിനെ വെരിഫൈ ചെയ്യുന്നതും കാര്യങ്ങളും. അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് എന്ത് ചെയ്യും, ഈ ഓഫീസർമാർക്ക് അസസിക്ക് എതിരെ എന്ത് ചെയ്യാൻ പറ്റും, ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അസസിക്ക് എതിരായിരിക്കാം. ഓക്കെ, അസസി അതിനോട് ചിലപ്പോൾ യോജിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അസസിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്പീലിന് പോകാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഓഫീസർമാർ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യാണ്, നിങ്ങൾ അടച്ച ടാക്സ് കുറവാണ് അല്ലെങ്കിൽ ഇനിയും ഇത്ര അടക്കാനുണ്ട്, അങ്ങനെയുള്ള ഒരു ഓർഡർ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പെനാൽറ്റികളോ മറ്റ് ഫൈൻ കാര്യങ്ങളൊക്കെ വിധിച്ചിട്ടൊരു ഓർഡർ ഇറക്കുകയാണെങ്കിൽ നമ്മൾ അതിനോട് യോജിക്കുന്നില്ല, അഥവാ അസസി ടാക്സ് പെയർ അതിനോട് യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹയർ അതോറിറ്റിയിലോട്ട് നമുക്ക് എന്തിനു പോവാം, അപ്പീലായിട്ട് പോവാം. ഈ അപ്പീലായിട്ട് പോകുമ്പോൾ അവിടെയും ഒരു ഓഫീസർ ഉണ്ട്. കേസ് അപ്പീലേറ്റ് അതോറിറ്റി എന്നാണ് പൊതുവെ അപ്പീലേറ്റ് അതോറിറ്റീസ് വരുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു കമ്മീഷണർ അവിടെയും ഉണ്ടായിരിക്കും. ഓക്കെ, കമ്മീഷണർ അപ്പീൽസ്. നോർമലി അപ്പീൽ പോകേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അസസി എന്ന് പറയുന്ന നമ്മളുടെ ടാക്സ് പെയർക്ക് മാത്രമല്ല അപ്പീൽ പോകാനുള്ള അവകാശം. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റിനും. ഓക്കെ, അസസി ചെയ്തൊരു കാര്യത്തിനെതിരെ അല്ലെങ്കിൽ അസസിയുടെ ഒരു ടാക്സ് മാറ്ററിനെതിരെ ഈ പറഞ്ഞിരിക്കുന്ന ഓഫീസർമാർക്ക് വേണമെങ്കിൽ എന്തിനു പോവാം, അപ്പീലിന് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അസസിക്കോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനോ എന്ത് ചെയ്യാം, ഈ ഒരു കമ്മീഷണർ അപ്പീലിനെടുത്ത് എന്ത് ചെയ്യാം, അപ്പീലിന് പോവാം. ഇനി അവിടെയും തീരുമാനമായില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവലിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം ടാക്സ് അപ്പീലേറ്റ് ട്രിബ്യൂണലോ അല്ലെങ്കിൽ GSTയിൽ GST അപ്പീലേറ്റ് ട്രിബ്യൂണലിലോട്ട് എന്ത് ചെയ്യാം, അപ്പീലിന് പോവാം. ഒക്കെ നമ്മൾ ഫൈനൽ ലെവലിൽ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ദെൻ ഇവിടെയും നമുക്ക് തീരുമാനമായിട്ടില്ലെങ്കിൽ ഹൈക്കോടതിയിലോട്ട് നമുക്ക് പോവാം. ഇനി അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് പറയുന്ന പോലെ ഏത് സുപ്രീം കോടതി വരെ പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടം വരെ പോവാം, സുപ്രീം കോടതി വരെ പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളൊരു ഹൈറാർക്കി വരുന്നത്. ഹൈറാർക്കി സ്റ്റാർട്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ദ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സുപ്രീം ആയിട്ടുള്ള തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ താഴെയാണ് പാർലമെൻറ്റ് വരുന്നത്. പാർലമെൻറ്റിലാണ് ഗവൺമെൻറ് താഴെ നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഉണ്ടായിരിക്കും. മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ താഴെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂവിൽ CBDT CBIC എന്ന് പറയുന്ന 2 ബോർഡ് ഉണ്ടായിരിക്കും. ഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി അവിടെ ഓഫീസേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ത്രൂ UPSC എക്സാമിലൂടെയാണ്, ലൈക്ക് IRS ഇന്ത്യൻ റവന്യൂ സർവീസ് പോലെയുള്ള. then അതിലെ ഓഫീസേഴ്സ് ആരൊക്കെ ആയിരിക്കും, പൊതുവെ ചീഫ് കമ്മീഷണർ ഉണ്ടായിരിക്കും, പിന്നെ ഒരു കമ്മീഷണർ ഉണ്ടായിരിക്കും, അതിൻ്റെ താഴെ അഡീഷണൽ ജോയിൻറ്റ് കമ്മീഷണേഴ്സും, പിന്നെ തൊട്ട് താഴെ അസിസ്റ്റന്റ് ഡെപ്യൂട്ടി കമ്മീഷണേഴ്സും, തൊട്ട് താഴെ അതർ ഇൻസ്പെക്ടേഴ്സ് ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും. ഇനി ഇവരെല്ലാവരും നമ്മൾ ഡയറക്റ്റ് ടാക്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അസസിങ് ഓഫീസർ. ഇൻഡയറക്റ്റ് ടാക്സിലോട്ട് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോപ്പർ ഓഫീസർ എന്നാണ്. ഓക്കെ, ഈ ഒരു ഓഫീസേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന ഓർഡറുകൾക്കെതിരെ
പലപ്പോഴും നമ്മൾ അതിന് ഡിസ്പ്യൂട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ അസസി ടാക്സ് പെയർ അതിനോട് യോജിക്കണമെന്നില്ല. അപ്പോൾ അസസിക്കോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനോ പല കേസുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്പീലിന് പോകാനായിട്ട് പറ്റും. അവിടെ അപ്പീലേറ്റ് അതോറിറ്റിയിൽ ആദ്യം വരുന്നത് കമ്മീഷണർ അപ്പീൽസ് ആയിരിക്കും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമ്മൾ തീർപ്പായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകം ടാക്സിൻ്റെ സ്പെഷ്യൽ കോടതികൾ, സോ ഇൻകം ടാക്സ് അല്ലെങ്കിൽ GST സ്പെഷ്യൽ കോടതികളായിട്ടുള്ള ഇൻകം ടാക്സ് അപ്പീലേറ്റ് ട്രിബ്യൂണൽ അല്ലെങ്കിൽ GST അപ്പീലേറ്റ് ട്രിബ്യൂണലോട്ട് പോവാം. അവിടെയും തീരുമാനമായിട്ടില്ലെങ്കിൽ ഹൈക്കോടതിയിലും ലാസ്റ്റ് നമുക്ക് സുപ്രീം കോടതിയിലോട്ട് വരെ നമുക്ക് പോകാനായിട്ട് പറ്റും. ഇതാണ് നമ്മളൊരു അഡ്മിനിസ്ട്രേഷൻ ഹൈറാർക്കി ആയിട്ട് വരുന്നത്. ഓക്കെ, യെസ്, തിരിച്ചു വരാം. പറഞ്ഞു വന്നത് സർക്കുലറിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് CBDT നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ CBDT ഈ ഒരു പലപ്പോഴും ചിലപ്പോൾ ഓർഡേഴ്സ് അല്ലെങ്കിൽ ചില സർക്കുലർ എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യും. കാരണം ഈ ടാക്സ് മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ടാക്സ് മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുന്ന ഓഫീസേഴ്സ് എല്ലാവരും ഒരേ അഭിപ്രായക്കാരാവണമെന്നില്ല. എപ്പോഴാണ് ഡിസ്പ്യൂട്ട് വരുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമുക്കറിയാം ആപ്പി ഫീസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അത് ശരിക്കും ഉണ്ടായിട്ടുള്ള കേസാണ്. ആപ്പി ഫീസിൻ്റെ കേസിൽ ഒരു ഓഫീസറുടെ അഭിപ്രായം അത് ഫ്രൂട്ട് ജ്യൂസ് ആണെന്നായിരുന്നു. മറ്റൊരു ഓഫീസറുടെ അഭിപ്രായം എന്ന് പറയുന്നത് അത് ബീവറേജസ് ആണെന്നാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് തന്നെ ഓഫീസേഴ്സിൻ്റെ ഇടയിൽ സോ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഒരേ മാറ്ററിൽ ഡിഫറെൻറ്റ് ഒപ്പീനിയനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ടാക്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ഒരു നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ ഇതില്ലാണ്ടിരിക്കാൻ ഒരു പർട്ടിക്കുലർ മാറ്റർ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് അസസിങ് ഓഫീസേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസർമാർ അതിനെ എങ്ങനെയാണ് ഡീല് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് CBDT എന്ത് ചെയ്യാറുണ്ട്, അവരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഓഫീസേഴ്സിന് എന്ത് ചെയ്യും, ചില ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ചില ക്ലാരിഫിക്കേഷൻസ് എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യും. ആ ക്ലാരിഫിക്കേഷൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർക്കുലർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സർക്കുലർ ആർക്ക് മാത്രമേ ബാധകമുള്ളൂ, ആക്ച്വലി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസർമാർക്ക്. കാരണം CBDT ഓഫീസർമാരെ ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് എന്തിറക്കുന്നത്, ഈ സർക്കുലർ ഇറക്കുന്നത്. അപ്പോൾ ആർക്കാണ് അത് ബാധകമാവുക അല്ലെങ്കിൽ ആരാണ് ആ സർക്കുലർ ഫോളോ ചെയ്യേണ്ടത്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസേഴ്സ് മാത്രമാണ്. പക്ഷെ മനസ്സിലാക്കാം, ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആക്ച്വലി അത് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും ആ സർക്കുലറിൽ പറയുന്ന ഒരു കാര്യം വായിച്ചു നോക്കിയപ്പോൾ ഒരു ടാക്സ് പെയർക്ക് തോന്നുകയാണ് അതെനിക്കൊരു ഫേവറബിൾ ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. ആ സർക്കുലറിനകത്ത് പറയുന്നത് ഒരു അസസിക്ക് ഫേവറബിൾ ആയിട്ടുള്ള മാറ്റർ ആണെങ്കിൽ ആ ഒരു മാറ്ററിൻ്റെ ബെനിഫിറ്റ് സോ അതിൻ്റെ നല്ല വശം മാത്രം നമുക്ക് എന്ത് ചെയ്യാം, അസസിക്കും എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസർമാരോട് CBDT പറയുകയാണ്, നിങ്ങളൊരു പർട്ടിക്കുലർ പ്രൊവിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ആ സർക്കുലർ കാണുമ്പോൾ ഒരു ടാക്സ് പെയർ ഗുണം അത് എനിക്ക് നല്ലതാണല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു ടാക്സ് പെയർക്ക് ആ സർക്കുലറിൻ്റെ ബെനിഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് സർക്കുലർ നോക്കുക. സർക്കുലേഴ്സ് ആർ ഇഷ്യൂഡ് ബൈ CBDT ടു ക്ലാരിഫൈ ദ മീനിങ് ആൻഡ് ദ സ്കോപ്പ് ഓഫ് സർട്ടൻ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. ഒരു കൺഫ്യൂഷൻസ് ഒഴിവാക്കാനായിട്ട്, ഒരു യൂണിഫോമിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ആ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സർക്കുലേഴ്സ് പൊതുവെ ഇഷ്യൂ ചെയ്യുന്നത്. ഈ സർക്കുലേഴ്സ് ആർക്കാണ് ബാധകം, ബൈൻഡിങ് ഓൺ ദി ഡിപ്പാർട്ട്മെന്റ് അല്ലേ, ദേ ആർ ബൈൻഡിങ് ഓൺ ദി ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റിനാണ് ബൈൻഡിങ് ആയിട്ടുള്ളത്. പക്ഷെ വേണമെങ്കിൽ അസസിക്ക് എന്ത് ചെയ്യാം, അസസി ക്യാൻ ടേക്ക് ദ ബെനിഫിറ്റ്. അസസി ക്യാൻ ടേക്ക് ബെനിഫിറ്റ്. അപ്പോൾ അത്തരം സർക്കുലറിൽ അസസിക്ക് ഒരു ബെനഫിഷ്യൽ പ്രൊവിഷനാണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുവരെ നമ്മൾ സോഴ്സ് ഓഫ് ഇൻകം ടാക്സ് ലോയിൽ നമ്മൾ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്, ഒന്ന് ഇൻകം ടാക്സ് ആക്ട് ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ റൂൾസ് ഉണ്ട്. ആനുവൽ ഫിനാൻസ് ആക്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇൻകം ടാക്സ് ആക്ടിന് അമെൻമെൻറ്റ് കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സർക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ഇഷ്യൂന്. ഇനിയപ്പോൾ ഇൻകം ടാക്സ് ആക്ടിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇൻകം ടാക്സ് ആക്ടിൻ്റെ അകത്ത് അമെൻമെൻറ്റ് കൊണ്ടുവരുന്നത് ആനുവൽ ഫിനാൻസ് ആക്ടിലൂടെയാണ്. അപ്പോൾ പിന്നെ ഇൻകം ടാക്സ് റൂൾസിൽ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അമെൻമെൻ്റ് ഒക്കെ കൊണ്ടുവരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോട്ടിഫിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ടിൻ്റെ അകത്ത് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് വർഷത്തിൽ എല്ലാ മാസവും അല്ലെങ്കിൽ ഇടയിൽ വെച്ച് നമുക്ക് അല്ലെങ്കിൽ തോന്നുന്ന സമയത്ത് നമുക്ക് ഫിനാൻസ് ആക്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഫിനാൻസ് ആക്ട് എവിടെയാണ് വരുന്നത്, ബഡ്ജറ്റിലാണ് വരുന്നത്. അപ്പോൾ ഡ്യൂറിങ് ദ ഇയർ ഏതെങ്കിലും ഒരു സമയത്ത് ഇൻകം ടാക്സ് റൂൾസിലോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് പാർലമെൻറ്റിൽ പോകണം. അല്ലെങ്കിൽ ആക്ടിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളൊരു പ്രൊവിഷൻ്റെ
ഓക്കെ, അതിന് എഫക്റ്റീവ് ഡേറ്റ് ചില സമയത്ത് ആക്ടിൻ്റെ അകത്ത് ഒരു പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ദെൻ ദിസ് പ്രൊവിഷൻ എന്ന് അപ്ലിക്കബിൾ വിൽ ബി നോട്ടിഫൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആക്ടിൻ്റെ അകത്ത് തന്നെ ആ പ്രൊവിഷൻ്റെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും വിൽ ബി നോട്ടിഫൈഡ് എന്നുള്ള കാര്യം. അപ്പോൾ ആക്ടിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ എന്തെങ്കിലും ഇംപ്ലിമെൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റൂൾസ് എന്തെങ്കിലും കൊണ്ടുവരാനോ ചേഞ്ച് ചെയ്യാനോ എവിടെ വെച്ചിട്ട് ഇടയിൽ വെച്ചിട്ട് ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഓക്കെ, അത്തരം കേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നോട്ടിഫിക്കേഷൻസ് ഇഷ്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ അടുത്തത് ഇൻകം ടാക്സിൻ്റെ നോട്ടിഫിക്കേഷൻസ്. ദീസ് ആർ ഇഷ്യൂഡ്. എന്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്? ടു ഗീവ് എഫക്ട് ടു ദ പ്രൊവിഷൻസ് ഇൻ ദ ആക്ട്. ഓക്കെ, അപ്പോൾ ആക്ടിൻ്റെ അകത്ത് കൊണ്ടുള്ള പ്രൊവിഷൻസ് ആക്ടിൻ്റെ അകത്ത് ഉണ്ട്. പക്ഷെ അതിനെന്ത് ചെയ്യാനായിട്ട് ഒരു എഫക്റ്റ് കൊടുക്കുക, എഫക്റ്റീവ് ഡേറ്റോ അല്ലെങ്കിൽ ടു മേക്ക് അമെൻഡ് ദം റൂൾസ്. ഓക്കെ, റൂൾസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ടിഫിക്കേഷൻസ്. ഈ നോട്ടിഫിക്കേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് ബാധകമുള്ളത്? അല്ല, ദീസ് നോട്ടിഫിക്കേഷൻസ് ആർ ബൈൻഡിങ് ഓൺ ഓൾ. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ഏതൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു? ഇൻകം ടാക്സ് ലോഡ് ബൈ ഇൻകം ടാക്സ് ആക്ട് 1961 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻകം ടാക്സ് റൂൾസ് 1962. അതുപോലെ ആനുവൽ ഫിനാൻസ് ആക്ട്. ഓക്കെ, അമെൻമെൻറ്റ് ഇൻ ഇൻകം ടാക്സ് ആക്ട് കൊണ്ടുവരുന്നത് ത്രൂ ബഡ്ജറ്റിലൂടെ ആനുവൽ ഫിനാൻസ് ആക്ട്. അടുത്ത സർക്കുലർ എന്താണ്? അതൊരു ഇൻറ്റേർണൽ ഡോക്യുമെൻ്റ് ആണ് അല്ലേ. സോ CBDT അല്ലെങ്കിൽ CBSE പോലെയുള്ള ടാക്സ് ബോർഡിൻ്റെ ബോർഡുകൾ എന്ത് ചെയ്യുന്നത്? അവരുടെ ഓഫീസേഴ്സിന് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയുള്ള ഇൻറ്റേർണൽ സർക്കുലർ എന്ന് പറയാം. ഓക്കെ, ഒരു ഇൻറ്റേർണൽ സർക്കുലർ ആണെന്ന് പറയുന്നത് എന്ത് സർക്കുലേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത നോട്ടിഫിക്കേഷൻസ് അല്ലെ. നോട്ടിഫിക്കേഷൻസ് ആൻഡ് ടു make effective provisions of the act അല്ലെങ്കിൽ to make or amend the rules. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോട്ടിഫിക്കേഷൻസ് കൊണ്ടുവരുന്നത്. അപ്പോൾ സർക്കുലർ നോട്ടിഫിക്കേഷൻ തമ്മിലൊരു വ്യത്യാസം. സർക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിനാണ് ബാധകമായിട്ടുള്ളത്. സോ ബൈൻഡിങ് ഓൺലി ഓൺ ദ ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷേ SSC ക്യാൻ ടേക്ക് ദ ബെനിഫിറ്റ്. നേരെ നോട്ടിഫിക്കേഷൻ അത് SSCക്കും ടാക്സ് പേഴ്സ് പബ്ലിക്കിന് എല്ലാവർക്കും എന്താണ് ബാധകമാണ്. സോ നോട്ടിഫിക്കേഷൻസ് ആർ ബൈൻഡിങ് ഓൺ ഓൾ. ഓക്കെ, ദെൻ ലാസ്റ്റ് കമ്പോണൻറ്റ് ഈസ് ദ കേസ് ലോ ഡിസിഷൻസ്. പൊതുവെ നമ്മൾ പറയും ഇൻകം ടാക്സിൻ്റെ മായി ബന്ധപ്പെട്ട കേസുകളിൽ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഇൻ്റർപ്രിട്ടേഷൻസ്. ഓക്കെ, സോ ഇൻ്റർപ്രിറ്റ് ദ വേരിയസ് പ്രൊവിഷൻസ് ഓഫ് ദി ഇൻകം ടാക്സ് ലോ. ഓക്കെ, അപ്പോൾ നമ്മളൊരു മാറ്റർ കൺഫ്യൂസിങ് ആണെങ്കിൽ, ആക്ടിൻ്റെ അകത്തൊരു ക്ലാരിറ്റി ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ അപ്പീൽ പോയി നമ്മൾ ആ ഡിസ്പ്യൂട്ടുകളൊക്കെ എവിടം വരെ എത്തും? സുപ്രീം കോടതി ഹൈക്കോടതിയിലൊക്കെ എത്തും. അപ്പോൾ ഈ സുപ്രീം കോടതി ഹൈക്കോടതിയൊക്കെ എന്ത് ചെയ്യും? ലോ ഇൻ്റർപ്രറ്റ് ചെയ്തതിന് ശേഷം അതിനെന്ത് ചെയ്യും? ഒരു വിധി എന്ത് ചെയ്യും? ജഡ്ജ്മെൻറ്റ് പുറത്തു. ഈ ജഡ്ജ്മെൻറ്റ് എന്താണ് ഇൻകം ടാക്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലൈക്ക് ഇപ്പോൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള 1-2 മാറ്റേഴ്സ് നോക്കാം. ഏറ്റവും നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ളൊരു കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നാഷണൽ ഹൈവേയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. NH-66 വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല ആൾക്കാർക്കും ഹൈവേയുടെ വർക്ക് നടക്കുന്നതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഭൂമിയോ മറ്റ് ബിൽഡിങ്ങുകളൊക്കെ കാര്യങ്ങൾ ലാൻഡ് ആൻഡ് ബിൽഡിങ് കാര്യങ്ങളുണ്ടെങ്കിൽ ഓക്കെ, അത് ഹൈവേക്കാരെന്ത് ചെയ്യാറുണ്ട്? നിർബന്ധമായിട്ട് നമ്മൾ വളണ്ടിയറായിട്ട് നമ്മൾ കൊടുക്കൂല എന്ന് പറഞ്ഞാലും അവർ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കയ്യിൽ നിന്ന് ആ ഒരു ഭൂമി അല്ലെങ്കിൽ ആ ബിൽഡിങ് അവരെന്ത് ചെയ്യും? എടുത്ത് പൊളിച്ച് അവിടെ റോഡ് എന്ത് ചെയ്യും? പണിയും. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ 5 ഹെഡുകൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. എനിക്ക് 5 ഹെഡുകൾ ഏതൊക്കെയായിരുന്നു? സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്. ഇനി എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ? നമ്മളൊരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ ഞാനിപ്പോൾ ഒരു വ്യക്തിയുടെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ കയ്യിലുള്ള ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അസറ്റ് ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇൻകം ടാക്സ് നിയമപ്രകാരം ക്യാപിറ്റൽ അസറ്റിൻ്റെ ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ എന്താണ് ട്രാൻസ്ഫർ എന്നുള്ള വേർഡിൻ്റെ മീനിങ്ങും ഇൻകം ടാക്സിലുണ്ട്. ഈ ട്രാൻസ്ഫറിൻ്റെ മീനിങ്ങിൽ പറഞ്ഞിട്ട് കമ്പൽസറി അക്വിസിഷൻ. ഓക്കെ, നിർബന്ധമായിട്ട് ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന ഭൂമി, അതും എന്തിൽപ്പെട്ടതാണ്? ട്രാൻസ്ഫറിൽപ്പെട്ടതാണ്. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒരു ക്യാപിറ്റൽ അസറ്റാണ്. ദെൻ അത് ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കുന്നത് കമ്പൽസറി ആയിട്ട് അങ്ങനെ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത് ഒരു ട്രാൻസ്ഫറിൻ്റെ ഭാഗം കൂടിയാണെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ ക്യാപിറ്റൽ ഗെയിൻസ് എന്തെയും വരും. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസ് വരുന്ന പൈസ കിട്ടുന്നുണ്ടല്ലോ ഗവൺമെൻറ് നമുക്ക് വലിയ എമൗണ്ടുകൾ അല്ലേ. അപ്പോൾ പലർക്കും കോടികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ കുറച്ച് ക്ലയൻസിന് തന്നെ കോടികളൊക്കെ എന്തുണ്ട് എമൗണ്ട് കിട്ടിയ ക്ലയൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അവരുടെ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കോടികൾ ക്യാപിറ്റൽ ഗെയിനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇൻകം ടാക്സ് ഒരു ബേസിക് ഇൻകം ടാക്സ് പഠിച്ചൊരു സ്റ്റുഡൻറ്റ് അവരെ വീട്ടിലുണ്ടെങ്കിൽ വിചാരിക്കുക, ആ ആൾ ചോദിക്കുകയാണ്, ആ ഒരു SSC ചോദിക്കുകയാണ് ഞാനിതിന് ടാക്സ് അടയ്ക്കേണ്ടി വരുമെന്ന് ചോദിച്ചാൽ ഇൻകം ടാക്സ് ഇൻ്റർ ലെവലിലോ ഈവൻ ഫൈനൽ ലെവലിൽ പഠിച്ച ചിലപ്പോൾ CA CMA ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർ വരെ
എനിക്ക് CMA ഫൈനൽ എക്സാം ഒക്കെ പാസ്സായിരിക്കുന്ന ആൾക്കാരോട് വരെ ഇതിൻ്റെ ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയുക ശരിയാണ് ടാക്സ് അടയ്ക്കേണ്ടി വരും. കാരണം അവർ പഠിച്ചതനുസരിച്ച് അതിനെന്തുണ്ട്, ടാക്സ് ഉണ്ട്. ഈവൻ നമ്മൾ പഠിക്കുമ്പോഴും ഇൻകം ടാക്സിൽ എന്തുണ്ട്, നമ്മൾ ഈ സെയിം എക്സാമ്പിൾ ചെയ്യുമ്പോൾ ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, ടാക്സബിൾ ആണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ആലോചിക്കാം, ഈ ഇൻകം ടാക്സിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു ഇൻകം ടാക്സ് ലോ വരുന്നത് പല സോഴ്സിൽ നിന്നാണ്. ഈ ചില പ്രൊവിഷൻസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് പലപ്പോഴും നമ്മൾ സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജ്മെൻ്റ് ഇവിടെ നോക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സെയിം സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു ആൾക്ക് ഹൈവേയുടെ കോമ്പൻസേഷൻ കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഉണ്ടായി എന്ന് വിചാരിക്കുക. ആക്ച്വലി കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിധിയും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മറ്റൊരു നിയമം നോക്കുകയാണെങ്കിൽ ഒരു റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ഒരു നിയമമാണ് ഞാൻ പറയുന്നത്. നിയമത്തിൻ്റെ പേരാണ് പറയുന്നത് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട് 2013. ഓക്കെ, ഏതാണ് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ. ഓക്കെ, സോ ഫെയർ കോമ്പൻസേഷനുള്ള അവകാശം, റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ. പിന്നെ ട്രാൻസ്പെറൻസി എന്തിൽ, ഇൻ ലാൻഡ് അക്വിസിഷൻ. ഓക്കെ, ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ. അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട് 2013 എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തിൽ പറയുന്നുണ്ട്, ആ നിയമം പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു നിയമത്തിൻ്റെ പ്രൊവിഷൻസ് പറയുന്നത് ഇന്ത്യയിലെ മറ്റെല്ലാ നിയമങ്ങളെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓവർ റൈഡ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു നിയമത്തിൻ്റെ പ്രൊവിഷൻ പറയുന്നത്. ആ നിയമത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് ഒരു പ്രോപ്പർട്ടി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒക്കെ കമ്പൽസറി ആയിട്ട് അക്യൂർ ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടുന്ന കോമ്പൻസേഷനായിട്ട് കിട്ടുന്ന നേരത്തെ പറഞ്ഞ കോടികളുണ്ടല്ലോ, അതും അതിൻ്റെ മുകളിൽ എന്ത് അപ്ലിക്കബിൾ അല്ല, ഇൻകം ടാക്സ് അപ്ലിക്കബിൾ അല്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദെൻ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി, സുപ്രീം കോടതികളിലൊക്കെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. കേരള ഹൈക്കോടതി അതിന് ടാക്സ് ഇല്ല എന്നുള്ളത് വിധിച്ചിട്ടുണ്ട്. അപ്പം ഇന്നും ചാർട്ടേഡ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ CMA, CA ഒക്കെ ഫൈനൽ പാസ്സായിട്ടുള്ള ആൾക്കാരോട് വരെ ചോദിക്കുകയാണ് ഈ ഹൈവേക്ക് കിട്ടുന്ന പൈസക്ക് ടാക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൊതുവെ അവർ പറയുന്നത് എനിക്ക് ടാക്സ് ഉണ്ടെന്നാണ്. എനിക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടല്ലോ, കാരണം ക്യാപിറ്റൽ അസറ്റ് ആണ് ഭൂമി. ദെൻ അതിന് ട്രാൻസ്ഫർ, കമ്പൽസറി അക്വിസിഷൻ ട്രാൻസ്ഫറിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് തന്നെ എന്ത് വരും, ടാക്സ് വരും എന്നുള്ളതാണ്. പക്ഷേ ഇൻ്റർപ്രിട്ടേഷൻ നോക്കുകയാണെങ്കിൽ മറ്റു നിയമങ്ങളുടെ പ്രൊവിഷൻസും അതുപോലെ തന്നെ സുപ്രീം കോടതി, ഹൈക്കോടതി ഡിസിഷൻസ്, ജഡ്ജ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനെന്തില്ല, ടാക്സ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊവിഷൻസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് പോകാൻ അതിൻ്റെ ക്ലാരിറ്റിലോട്ട് വേണ്ടി നമുക്ക് ആരെ ജഡ്ജ്മെൻറ്റ് നോക്കേണ്ടി വരും, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജ്മെൻ്റ് ഒക്കെ എന്ത് ചെയ്യും, നോക്കേണ്ടി വരും. അതും ഇൻകം ടാക്സ് ലോയുടെ ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ, ഇനി ഇതുപോലെയുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിലൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്, ഇതൊന്നും വെറുതെ അല്ല, മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇൻഷുറൻസ് ക്ലെയിം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോർമലി നമുക്കറിയാം ആക്സിഡൻ്റ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു ക്ലൈൻറ്റ് തന്നെ റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു കേസ് തന്നെ, ഇപ്പോൾ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസ് തന്നെയാണ് പറയുന്നത്. എൻ്റെ ഒരു ക്ലൈൻറ്റ് ഏകദേശം ഒരു 30ഓളം വയസ്സുള്ള സമയത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും ആ ആക്സിഡൻ്റ് അകത്ത് ആൾക്ക് നല്ല രീതിയിലൊരു പരിക്ക് പറ്റി. അതിൻ്റെ കോമ്പൻസേഷൻ നോർമലി പെട്ടെന്ന് തന്നെ കിട്ടാറില്ല. നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ ദിനം കേസൊക്കെ നടത്തി ലാസ്റ്റ് നമുക്ക് കോടതി MACT, ദാറ്റ് ഈസ് മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം ട്രിബ്യൂണൽ, അവരെന്ത് ചെയ്യും, അതിൻ്റെ വിധി പ്രഖ്യാപിക്കും. അതിനകത്ത് കോമ്പൻസേഷനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു ആക്സിഡൻറ്റിൻ്റെ കോമ്പൻസേഷൻ കിട്ടിയത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. അപ്പോൾ കോടതി വിധി പറയുമ്പോൾ ഈ പറഞ്ഞ ആക്സിഡൻറ്റ് സംഭവിച്ച ആളുടെ ഏജും ആളുടെ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് കോമ്പൻസേഷൻ തീരുമാനിക്കുക. അത് ഇൻഷുറൻസ് കമ്പനി അതിൽ കേസൊക്കെ നടത്തി ഒരുപാട് തർക്കങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് കോമ്പൻസേഷൻ വരുന്നത്, MACT ഓർഡർ വരുന്നത്. പക്ഷേ ഇവർ വിത്ത് എഫക്റ്റ് ഫ്രം ആക്സിഡൻറ്റ് നടന്ന ആ സമയത്തും തൊട്ടോ അങ്ങനെയുള്ളൊരു ഓർഡറാണ് പൊതുവെ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ കോമ്പൻസേഷൻ കിട്ടുന്ന സമയത്ത് കോമ്പൻസേഷൻ ഒരു ക്യാപിറ്റൽ റിസിപ്റ്റ് പോലെയാണ്, അപ്പോൾ അതുകൊണ്ട് ടാക്സ് ഇല്ല. ഇനി കോമ്പൻസേഷൻ്റെ എമൗണ്ട് മുകളിൽ അവർക്ക് ഇൻട്രസ്റ്റും കൂടി കിട്ടാറുണ്ട്. കാരണം ടൈം വാല്യൂ ഓഫ് മണി എല്ലാവർക്കും അറിയാം. അപ്പോൾ ആക്സിഡൻറ്റ് നടന്ന സമയത്ത് കിട്ടേണ്ട കോമ്പൻസേഷൻ കിട്ടുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതും എന്ത് കിട്ടാറുണ്ട്, ഇൻട്രസ്റ്റും കൂടി കിട്ടാറുണ്ട്. ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇൻകം നമുക്കറിയാം, നേരത്തെ 5 ഹെഡുകൾ പഠിച്ചപ്പോൾ അതിൻ്റെ അകത്ത് അതർ സോഴ്സ് എന്നുള്ള ഹെഡിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ് അല്ലേ. അപ്പോൾ ഇൻകം ടാക്സ് പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ലോ നമ്മൾ ജസ്റ്റ് നേരിട്ട് വായിക്കുകയാണെങ്കിൽ ഈ ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ, ഇൻഷുറൻസ് കോമ്പൻസേഷനൊക്കെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പർട്ടിക്കുലർ അസസിക്ക് ഇൻട്രസ്റ്റ് മാത്രമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 11 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്.
എനിക്ക് ഇൻട്രസ്റ്റ് മാത്രമായിട്ട് 11 ലക്ഷവും അതിൻ്റെ 194A എന്ന് പറയുന്ന ഒരു സെക്ഷൻ്റെ അകത്ത് 10% TDS ആയിട്ട് 1,10,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, TDSും പിടിച്ചിട്ടുണ്ട്. ഓക്കെ, കാരണം കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ, ഫോർ എക്സാമ്പിൾ ന്യൂ ഇന്ത്യ അഷുറൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ അത് ടാക്സബിൾ ആണ് ഇൻകം ടാക്സ് നയപ്രകാരം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, TDS പിടിക്കുന്നു. പക്ഷെ ഇവിടെ നിന്ന് അസസിയുടെ ടാക്സ് പെയർ അവസ്ഥ നോക്കുകയാണെങ്കിൽ അദ്ദേഹം എന്താ പറയുക, യാത്ര ചെയ്യാനൊന്നും പറ്റാതെ, എനിക്ക് നടക്കാനോ മറ്റു കാര്യങ്ങളൊന്നും പറ്റാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന, ആക്സിഡൻറ്റിന് ശേഷം അത്രയും ഒരു പരിക്ക് പറ്റിയിട്ട് വീട്ടിലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് 1,10,000 രൂപ TDS പിടിച്ചത്, ബാലൻസ് TDSന് ശേഷമുള്ള എമൗണ്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. TDS പിടിച്ച എമൗണ്ടിനെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു, അത് കിട്ടുകയാണെങ്കിൽ, തിരിച്ച് കിട്ടുകയാണെങ്കിൽ വലിയൊരു ആശ്വാസമായിരിക്കും. പക്ഷേ ഇൻകം ടാക്സ് നയപ്രകാരം എന്തുണ്ട്, ടാക്സ് ഉണ്ട്. പക്ഷെ നമ്മൾ സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻട്രസ്റ്റ് MACT ഓർഡറിൻ്റെ കോമ്പൻസേഷനുള്ള ഇൻട്രസ്റ്റ് എന്തില്ല, ടാക്സ് ഇല്ല എന്നുള്ള ഓർഡർ ജഡ്ജ്മെൻറ്റിൽ വന്നിട്ടുണ്ട്. ആ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു TDS പിടിച്ച എമൗണ്ട് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമ്മൾ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കാലിക്കറ്റുള്ള മാനാഞ്ചറിൽ ഇൻകം ടാക്സ് ഓഫീസിലോട്ട് നമ്മൾ ഒരു റിക്വസ്റ്റ് ഒക്കെ കൊടുത്ത് ആ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, തിരിച്ച് പിടിക്കുകയാണ്, റീഫണ്ട് എടുക്കുകയാണ്. ഓക്കെ, TDS പിടിച്ചത് എന്തുകൊണ്ട്, അത് ടാക്സബിൾ അല്ല എന്ന് പറഞ്ഞിട്ട്. ടാക്സബിൾ അല്ല എന്ന് എക്സ്പ്രസ്ലി എവിടെ പറഞ്ഞിട്ടുണ്ടോ, ഇൻകം ടാക്സ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ടോ, ഇല്ല. പക്ഷേ ഇൻകം ടാക്സ് ആക്ടിൽ ടാക്സബിൾ ആണെന്നുള്ള രീതിയിലാണ് IFOSൽ. പക്ഷേ നമുക്ക് കോർട്ട് ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഇൻ്റർപ്രിട്ടേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റീഫണ്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഇൻകം ടാക്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങളൊരു പ്രൊഫഷണൽ കൺസൾട്ടൻസിയിലോട്ട്, എനിക്ക് ആഫ്റ്റർ നമ്മളെന്തായാലും ക്വാളിഫൈ ചെയ്യാനാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പഠിച്ച് പോകാനല്ല. സോ ഔട്ട്ലൈൻ എല്ലാവർക്കും അറിയാം. ഇൻ കേസ് ഒരു ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഗൂഗിൾ അല്ലെങ്കിൽ മറ്റ് ChatGPT കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആർക്കും എന്ത് വേണമെങ്കിലും ബേസിക് ആയിട്ടുള്ള ഓവർവ്യൂ ഔട്ട്ലൈനൊക്കെ എളുപ്പത്തിൽ നമുക്ക് ടാക്സുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ കിട്ടും. പക്ഷേ നിങ്ങൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ കൺസൾട്ടൻസി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലോനെ കുറിച്ച്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കമ്പനി ലോയിലാണോ അല്ലെങ്കിൽ ഇൻകം ടാക്സിലാണോ GSTയിലാണോ എവിടെയാണോ കൺസൾട്ടൻസി കൊടുക്കുന്നത്, അപ്പോൾ ആ ഒരു മേഖലയിൽ നിങ്ങൾക്കൊരു ഡീപ്പായിട്ടുള്ള നോളജ് മസ്റ്റാണ്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ക്വാളിഫൈ ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ. പലപ്പോഴും പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും, അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ഔട്ട്ലൈൻ പഠിച്ചിട്ട് ഒരു ഷോർട്ട് കട്ടൊക്കെ മെത്തേഡിൽ എങ്ങനെയെങ്കിലും എക്സാം പാസ്സായാൽ മതി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പലരുടെയും ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പഠിക്കുമ്പോൾ ഇപ്പോൾ ഇന്ന് ടാക്സിൻ്റെ ക്ലാസ് കാണുന്നവർ വിചാരിക്കുക എങ്ങനെയെങ്കിലൊക്കെ എക്സാം പാസ്സായാൽ മതി, അപ്പോൾ അതിനുള്ളൊരു പാസ് മാർക്ക്. പക്ഷേ അതിൻ്റെ ഒരു അങ്ങനെ പഠിക്കുന്നവർക്കുള്ളൊരു പ്രശ്നം പിന്നീട് വരുന്നത് നിങ്ങൾ ക്വാളിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും അത് ഫേസ് ചെയ്യാൻ പോകുന്നത്. പഠിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഡീപ്പായിട്ട് ലോ ഇൻ്റർപ്രറ്റ് ചെയ്യാനും കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത് വാട്ട് ആർ ദ കമ്പോണൻസ് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം ടാക്സ് ലോ. ഇൻകം ടാക്സ് ലോ ഏതൊക്കെയാണ്, ഇൻകം ടാക്സ് ആക്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്, ഇൻകം ടാക്സ് റൂൾസും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻകം ടാക്സ് ആക്ടിൻ്റെ അകത്തും റൂൾസിൻ്റെ അകത്തും ചേഞ്ചസ് സ്വാഭാവികമായിട്ട് കൊണ്ടുവരേണ്ടി വരും. ഇൻകം ടാക്സ് ആക്ടിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആനുവൽ ഫിനാൻസ് ആക്ട് എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അത് വർഷത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രൊവിഷൻസ് എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ, ദീസ് പ്രൊവിഷൻസ് എഫക്റ്റീവ് ആക്കണമെങ്കിലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ റൂൾസിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നോട്ടിഫിക്കേഷൻസ് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ വർഷത്തിലൊരിക്കൽ ആനുവൽ ഫിനാൻസ് ആക്ടും വർഷത്തിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് കൊണ്ടുവരാറുണ്ട്, നോട്ടിഫിക്കേഷൻസും കൊണ്ടുവരാറുണ്ട്. ഇനി ഈ ഇൻകം ടാക്സ് പ്രൊവിഷൻസ് ഓഫീസേഴ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിനൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഇൻറ്റേർണൽ മാറ്റർ അല്ലെങ്കിൽ ഇൻറ്റേർണൽ സർക്കുലർ എന്ത് ചെയ്യാറുണ്ട്, CBDT അല്ലെങ്കിൽ CBIC പോലെ ബോർഡ് കൊണ്ടുവരാറുണ്ട്. അതാണ് നമ്മളുടെ സർക്കുലേഴ്സ് എന്ന് പറയുന്നത്. ഈ സർക്കുലേഴ്സ് ബൈൻഡിങ് ഓൺലി ഓൺ ദ ഡിപ്പാർട്ട്മെൻ്റ് ആണ്, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് വേണമെങ്കിൽ അസസിക്ക് എടുക്കാം. ഓക്കെ, ദെൻ നോട്ടിഫിക്കേഷൻ ബൈൻഡിങ് ഓൺ ഓൾ അല്ലേ. കൂടാതെ നമുക്ക് സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജ്മെൻറ്റുകളും ഉണ്ട്. ഇതാണ് നമ്മളുടെ കമ്പോണൻസ് ഓഫ് എന്ത്, ഇൻകം ടാക്സ് ലോ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. ഇനി അടുത്ത നമ്മളപ്പോൾ ഡിസ്കസ് ചെയ്തത് സെക്ഷൻ നമ്പർ 1, 2, 3, 4 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻകം ടാക്സ് ആക്ട്, ഇൻകം ടാക്സ് ലോ, അതിൻ്റെ കമ്പോണൻസ് ഒക്കെ പറഞ്ഞു അല്ലേ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ നമ്പർ 4 നമ്മൾ നിർത്തിയ സമയത്ത് ബേസിക് പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻകം ടാക്സ് എവരി പേഴ്സൺ എന്ത് ചെയ്യണം, പേ ചെയ്യണം. അതുപോലെ തന്നെ അത് ആനുവൽ ടാക്സ് ആണ്.
ഇനി പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് എപ്പോഴാണ് ടാക്സ് കൊടുക്കേണ്ടത്? അസസ്മെന്റ് ഇയറിലാണ് എന്ത് കൊടുക്കേണ്ടത്? ടാക്സ് കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? സോ പ്രീവിയസ് ഇയർ ഇൻകം വിൽ ബി അസസ്ഡ് ഇൻ ദി അസസ്മെന്റ് ഇയർ. ഓക്കെ, പക്ഷെ ഈ ഒരു പോയിന്റ് ഏത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു പോയിന്റിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഏത് ഇപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്, ദ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ വിൽ ബി അസസ്ഡ് ഇൻ ദി അസസ്മെന്റ് ഇയർ. ഓക്കെ, പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടത് അസസ്മെന്റ് ഇയറിലാണ്. സോ പ്രീവിയസ് ഇയറിലെ ഇൻകം നമ്മൾ എപ്പോൾ അസസ് ചെയ്യും? അസസ്മെന്റ് ഇയറിൽ ചെയ്യും. പക്ഷെ ഇത് രണ്ട് കേസിൽ എന്ന് പറയുമ്പോൾ ഒന്ന് 5 അല്ലെങ്കിൽ 2 കേസ് അല്ലെങ്കിൽ 2 സിറ്റുവേഷൻസ്. ഒന്ന് 5 സ്പെഷ്യൽ കേസസ്, 5 സ്പെഷ്യൽ കേസസ്, അതുപോലെ തന്നെ അഡ്വാൻസ് ടാക്സ്. അപ്പോൾ പൊതുവെ ഇൻകം ടാക്സ് വായിക്കുമ്പോൾ തുടക്കത്തിലൊക്കെ നമ്മൾ പറയുന്നത് നിങ്ങൾ പ്രീവിയസ് ഇയറിൽ ഉണ്ടാക്കിയ ജനറേറ്റ് ചെയ്ത ഏൺ ചെയ്ത ഇൻകത്തിന് എന്ത് ടാക്സ് കൊടുത്താൽ മതി? അസസ്മെന്റ് ഇയറിൽ ടാക്സ് കൊടുത്താൽ മതി. പക്ഷെ ശരിക്കും അങ്ങനെയല്ല, അത് വെറുതെ പറയുന്നതാണ്. ഓക്കെ, ശരിക്കും എന്ത് ചെയ്യണം? നിങ്ങൾ അഡ്വാൻസ് ടാക്സ് അടച്ചിരിക്കണം, അഥവാ പേ ആസ് യു ഏൺ. ഓക്കെ, പേ ആസ് യു ഏൺ. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾ ഏൺ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? പേ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ കണക്കൂട്ടലും പരിപാടികളൊക്കെ എന്താണ്? അസസ്മെന്റ് ഇയറിലാണ്. പക്ഷെ നിങ്ങൾ പ്രീവിയസ് ഇയറിൽ നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ടൈം വാല്യൂ ഓഫ് മണി ഉണ്ട് അല്ലേ? സോ ഈ വർഷം ഉണ്ടാക്കിയ ഇൻകത്തിന് അടുത്ത വർഷം ടാക്സ് ഉണ്ട്. അപ്പോൾ അത്രയും ടൈം വാല്യൂ ഓഫ് മണിയുടെ എഫക്റ്റ് എന്തെങ്കിലും ഗവൺമെന്റിലോട്ട് വരും. അപ്പോൾ ഗവൺമെന്റ് പറയും നിങ്ങളൊരു കാര്യം ചെയ്യും, ഓരോ വർഷത്തിന് നമ്മൾ എന്ത് ചെയ്യാം? ഒരു 4 ക്വാർട്ടറായിട്ട് ഗവൺമെന്റ് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഏപ്രിൽ മാസം, ഫിനാൻഷ്യൽ ഏപ്രിൽ തുടങ്ങിയിട്ട് ജൂൺ വരെ. ഓക്കെ, ദെൻ ജൂൺ കഴിഞ്ഞ് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ വരെ. ഓക്കെ, ദെൻ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെ. ഓക്കെ, ദെൻ ജനുവരി, ഫെബ്രുവരി, മാർച്ച് അല്ലേ? ഇങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് പറയുകയാണ് നിങ്ങൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്ന ഈ ഒരു പ്രീവിയസ് ഇയറിൽ നിങ്ങൾ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് അസസ്മെൻറ്റ് ചെയ്യേണ്ടത്, കണക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഇയറിലാണ് അസസ്മെൻറ്റ് ഇയർ. പക്ഷേ ടാക്സ് അടയ്ക്കേണ്ടത് പ്രീവിയസ് ഇയറിൽ തന്നെ നിങ്ങൾ ഏൺ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഡ്വാൻസ് ആയിട്ട് എന്തടക്കുക? ടാക്സ് അടയ്ക്കുക എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഗവൺമെൻറ്? നിങ്ങൾ ക്വാർട്ടർലി അടച്ചു, കുറച്ച് ഓക്കെ, ഗഡുക്കളായിട്ട് എന്ത് ചെയ്യുക? അടയ്ക്കുക, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്. എപ്പോഴാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കേണ്ടത്? കാരണം നിങ്ങൾ എന്നാണ് ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത്? ഏപ്രിൽ. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറയുന്ന ഫസ്റ്റ് ക്വാർട്ടറിൽ നിങ്ങൾ ഇൻകം ആയിക്കഴിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ എന്താ പറയുക, അവിടെ ഏപ്രിൽ, മെയ്, ജൂൺ മാസം ആയിക്കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രയാണ് ഏകദേശം ഈ ഒരു സമയത്ത് പ്രോഫിറ്റ് ഉണ്ടാവാന്നുള്ളത്. അതിന് എന്ത് ചെയ്യുക? ആ ക്വാർട്ടർ അവസാനിക്കുന്ന അവസാനത്തെ മാസം, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, അതിൽ അവസാനത്തെ മാസം അതിൻ്റെ പകുതി, ദറ്റ് ഈസ് അതിൻ്റെ ഹാഫ് ടൈം ആകുമ്പോൾ എന്ത് ചെയ്യുക? ടാക്സ് അടയ്ക്കാം. ദറ്റ് ഈസ് ജൂൺ 15. ഓക്കെ, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാം. ഇനി അടുത്ത ക്വാർട്ടർ ആകുമ്പോൾ, അടുത്ത ക്വാർട്ടർ എന്താണ്? ജൂൺ കഴിഞ്ഞ് വരുമ്പോൾ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ. സോ സെപ്റ്റംബർ എന്ന് പറയുന്ന ആ രണ്ടാമത്തെ ക്വാർട്ടർ അവസാനിക്കുന്ന മാസം ഉണ്ടല്ലോ, അതിൻ്റെ പകുതി ഹാഫ് ടൈം ഉണ്ടല്ലോ, ദറ്റ് ഈസ് സെപ്റ്റംബർ 15. ഓക്കെ, അപ്പോഴും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കൂടി അടയ്ക്കാം. ദെൻ സെപ്റ്റംബർ കഴിഞ്ഞ് അടുത്ത ക്വാർട്ടർ, സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ, നവംബർ, ഡിസംബർ. ആ ഡിസംബർ എന്ന് പറയുന്ന മാസത്തിൽ ക്വാർട്ടർ അവസാനിക്കുന്നത് അതിൻ്റെ ഹാഫ് ടൈം ആയിട്ടുള്ള 15-ാം തീയതി എന്ത് ചെയ്യുക? അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാം. ഇതിനടുത്തത് ലാസ്റ്റ് ക്വാർട്ടർ ആയിട്ടുള്ള ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഓക്കെ, മാർച്ച് 15-ന് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാം. അപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് എത്ര എമൗണ്ട് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാവാം? നമ്മൾ എന്തെങ്കിലും എസ്റ്റിമേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ടോട്ടൽ ഞാൻ എത്ര ടാക്സ് ഈ വർഷം അടയ്ക്കേണ്ടി വരും, അത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, അതൊരു എസ്റ്റിമേറ്റ് ബേസിസിൽ നമ്മൾ ചെയ്യണം. ആ ചെയ്തിട്ട് സപ്പോസ് നിങ്ങൾ അടയ്ക്കാനുള്ളത് 100 rupees ആണെങ്കിൽ, എനിവേ ഏത് എമൗണ്ട് ഞാൻ 100 rupees നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ 100 rupees ആയിരിക്കും, ലക്ഷങ്ങളോ മറ്റ് എമൗണ്ടുകളായിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ അടയ്ക്കാനുള്ള എമൗണ്ട് ടാക്സ് ഒരു വർഷത്തേക്കുള്ള നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു 15%, ആക്ച്വലി നമുക്കൊരു അഡ്വാൻസ് ടാക്സ് ഉള്ള ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ ഇതൊക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും.
ഇപ്പോൾ ഒരു ബേസിക് ആയിട്ട് മനസ്സിലാക്കി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പോൾ പ്രീവിയസ് ഇയർ ഏൺ ചെയ്ത ഇൻകത്തിന് അസസ്മെന്റ് ഇയറിൽ ടാക്സ് അടച്ചാൽ മതി എന്നൊക്കെ പൊതുവെ ഫസ്റ്റ് ഒക്കെ പറയുമെങ്കിലും പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിന് എപ്പോൾ തന്നെ ടാക്സ് അടക്കണം, പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് അടക്കണം. ഏത് വഴി? അഡ്വാൻസ് ടാക്സ് എന്നുള്ള രൂപത്തിൽ. അത് എല്ലാ ക്വാർട്ടറിൻ്റെയും അവസാനത്തെ മാസത്തിൻ്റെ ഹാഫ് ടൈമിൽ, ദാറ്റ് 15-ാം തീയതിയാണ് ടാക്സ് അടയ്ക്കേണ്ടത്. എത്രയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത ടാക്സ്? അതിൻ്റെ 15%, പിന്നെ ഒരു 45%, പിന്നെ ഒരു 75%. ഇത് ലാസ്റ്റ് ക്വാർട്ടർ, അതായത് പ്രീവിയസ് ഇയറിൻ്റെ അവസാന മാസമായിട്ടുള്ള മാർച്ച് അവസാനിക്കുന്നത് കൂടി തന്നെ, അല്ലെങ്കിൽ അതോ ആ സെയിം സമയത്ത് നമ്മൾ ടാക്സ് 100% എത്തിയിരിക്കണം. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം 100 രൂപ അടയ്ക്കാനുള്ള ആള്, സോ 100 രൂപ 15% 15 രൂപ എന്ത് ചെയ്യുക? അടയ്ക്കാം ഫസ്റ്റത്തെ ക്വാർട്ടറിൽ, ജൂൺ. ഇതിനടുത്തത് സെപ്റ്റംബറിൽ 45% അടയ്ക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും 45 രൂപ അടയ്ക്കാണോ? അല്ല. ഓക്കെ, സെപ്റ്റംബർ 15 ആവുമ്പോൾ അദ്ദേഹം 45% അടച്ചിട്ടുണ്ടാവണം. ദാറ്റ് മീൻസ് അദ്ദേഹത്തിൻ്റെ അടച്ച എമൗണ്ട് എത്ര എത്തണം? 45 എത്തണം. ഓൾറെഡി 15 രൂപ അടച്ചിട്ടുണ്ടല്ലോ. സോ ഓൾറെഡി 15 അടച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതും ഈ ടാക്സ് ആയിട്ടാണ് അടച്ചേക്കുന്നത്. അപ്പോൾ 15 രൂപ അടച്ചു വെച്ചാൽ ഇനി എത്ര രൂപ അടച്ചാൽ മതി? 45 ആവാൻ 30 രൂപയും കൂടെ അടച്ചാൽ മതി. സോ ഇവിടെ നമുക്ക് 45 എത്തിക്കാൻ ഇവിടെ എത്ര രൂപ പേ ചെയ്യുക? 30 രൂപ. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ 15, ഇത് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ 30 രൂപ. 45 ക്യുമുലേറ്റീവ് ടോട്ടലായില്ലേ. അതിനടുത്തത് 75% എത്തിക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ എത്ര ആവണം? 75 രൂപ ആവണ്ടേ? 75 രൂപ അവിടെ സമയത്ത് അടക്കണോ? വേണ്ട. ഓൾറെഡി ഇവിടെ 15, 30 അടച്ച് ഇവിടെ എത്ര എത്തിച്ചിട്ടുണ്ട്? 45. ഈ 45 75 ആവണമെങ്കിൽ ഇനി എത്ര അടച്ചാൽ മതി? 30 രൂപയും കൂടെ അടച്ചാൽ മതി. ദാറ്റ് വിൽ ബി അവർ തേർഡ് ഇൻസ്റ്റാൾമെന്റ്. ഓക്കെ, ദെൻ നിങ്ങൾ മാർച്ച് പ്രീവിയസ് ഇയർ അവസാനിക്കുന്നതോട് കൂടിയിട്ട്, ദാറ്റ് ഈസ് പേ ആസ് യു ഏൺ. ഏണിങ് എപ്പോഴാണ് കഴിയുന്നത്? പ്രീവിയസ് ഇയറിൽ. സോ പ്രീവിയസ് ഇയർ ഏണിങ്സ് കഴിയുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ടാക്സും അടച്ചു കഴിയണം. ദാറ്റ് ഈസ് പേ ആസ് യു ഏൺ. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ കഴിയുന്നൊപ്പം തന്നെ നിങ്ങൾ 100 റുപ്പീസ് അടക്കാനുള്ളവൻ 100 റുപ്പീസ് അടച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ എത്ര അടച്ചിട്ടുണ്ട്? 75 അടച്ചിട്ടുണ്ടെങ്കിൽ ദെൻ ബാലൻസ് എത്ര? 25 റുപ്പീസ് അടച്ചാൽ പോരെ. ദെൻ അത് ടോട്ടൽ 100 ആവുമല്ലോ. സോ ഇറ്റ് വിൽ ബി ദ ഫോർത്ത് ഇൻസ്റ്റാൾമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ നോർമലി പ്രീവിയസ് ഇയറിലെ ടാക്സ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുമെങ്കിലും പ്രീവിയസ് ഇയറിലെ ടാക്സ് പ്രീവിയസ് ഇയറിൽ തന്നെ അടയ്ക്കണം. ത്രൂ ഏത് മെക്കാനിസത്തിലൂടെ? അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലൂടെ നമ്മൾ ടാക്സ് അടച്ചിരിക്കണം. ഓക്കെ, അതിനായിട്ട് നമുക്കൊരു സെപ്പറേറ്റ് ചാപ്റ്റർ ഉണ്ട്, നമ്മൾ ഇൻഡെപ്ത് ആയിട്ടത് പഠിക്കും. ഓക്കെ, തിരിച്ചു വരാം. അപ്പോൾ പറഞ്ഞത് ബേസിക് പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്ത പ്രീവിയസ് ഇയറിലെ ഇൻകം അസസ്മെൻറ്റ് ഇയറിലാണ് ടാക്സ് ചെയ്യുന്നത് പറഞ്ഞതിൻ്റെ എക്സെപ്ഷൻസ് ആണ്. 1 അഡ്വാൻസ് ടാക്സ്, 2 5 സ്പെഷ്യൽ കേസസ്. ഏതൊക്കെയാണ് 5 സ്പെഷ്യൽ കേസസ് എന്ന് നോക്കാം. 5 സ്പെഷ്യൽ കേസസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നോർമലി എക്സാമിന് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സ്പെഷ്യൽ കേസ് നോക്കുകയാണെങ്കിൽ ദെൻ കേസസ് വെൻ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഈസ് അസസ്ഡ് ഇൻ ദ സെയിം ഇയർ. ദാറ്റ് ഈസ് ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയറിൽ തന്നെ അസസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നാണ്. സോ നമുക്ക് 5 സിറ്റുവേഷൻസ് ആണ് വരുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് സിറ്റുവേഷൻ ഇതാണ്. ഓക്കെ, ഫസ്റ്റ് സിറ്റുവേഷൻ സെക്ഷൻ നമ്പർ 172 പറയാണ്. സോ ഇൻകം ഫ്രം ഷിപ്പിംഗ് ബിസിനസ് ഓഫ് എ നോൺ റെസിഡൻറ്റ്. ഓക്കെ, ഇൻകം ഓഫ് എ ഷിപ്പിംഗ് ബിസിനസ് ഓഫ് എ നോൺ റെസിഡൻറ്റ്. ഓക്കെ, നോൺ റെസിഡൻറ്റ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് പഠിക്കാം. നോൺ റെസിഡൻറ്റിൻ്റെ ഷിപ്പിംഗ് ബിസിനസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കണം? ഒന്ന് അസസി ടാക്സ് പേർ ആരായിരിക്കണം? നോൺ റെസിഡൻറ്റ് ആയിരിക്കണം. പിന്നെ അദ്ദേഹം നടത്തുന്ന ബിസിനസ് എന്ത് കൂടിയായിരിക്കണം? ഷിപ്പിംഗ് ബിസിനസ്സും കൂടി ആയിരിക്കണം. ഓക്കെ, സോ എക്സ്പ്ലനേഷൻ വായിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്യാം ഒപ്പം. സോ വെൻ എനി ഷിപ്പ് ബിലോങ്സ് ടു എ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ. ആരാണ് അപ്പോൾ നോൺ റെസിഡൻറ്റ്? അപ്പോൾ നോൺ റെസിഡൻറ്റ് നമുക്കൊരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ഇന്ത്യയിൽ ഒരു സ്ഥിരതാമസമുള്ളവരും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ബിസിനസ് സോഴ്സ് ഉള്ളവരെ നമ്മൾ എന്ത് ചെയ്യും? റെസിഡൻ്റ് എന്ന് പറയും. ഇന്ത്യക്ക് പുറത്തുള്ളവരാണെങ്കിൽ നോൺ റെസിഡൻറ്റ്, ഏറ്റവും ബേസിക് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ഒരാൾ എന്നെ മനസ്സിലാക്കാം, നോൺ റെസിഡൻറ്റ്. ഈ നോൺ റെസിഡൻറ്റ് എന്ത് ചെയ്യാണ്? ഏൺ ചെയ്യാണ് ഇൻകം. എങ്ങനെ? ബൈ കെയറിങ് പാസഞ്ചേഴ്സിനെയോ അല്ലെങ്കിൽ ഗുഡ്സിനെയോ. കാരണം ഷിപ്പിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ പാസഞ്ചേഴ്സ് അല്ലെങ്കിൽ ഗുഡ്സ് അല്ല, ഇത് രണ്ടും എന്ത് ചെയ്യും? ഇന്ത്യക്ക് പുറത്തുനിന്ന് ഇന്ത്യയിലോട്ട് കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യും? പോർട്ടിൽ നമ്മൾ അൺലോഡ് ചെയ്തിട്ട് തിരിച്ചു പോകും അല്ലേ. പക്ഷെ തിരിച്ചു പോകുന്നതിനേക്കാൾ മുമ്പ് ടാക്സ് ഓൺ സച്ച് ഇൻകം ഈസ് ചാർജഡ് വെൻ ഷിപ്പ് ലീവ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇന്ത്യ വിട്ട് പോകുമ്പോൾ ടാക്സ് അടച്ചിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? പോകാനായിട്ട് പാടുള്ളൂ. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്തത് അപ്പോൾ തന്നെ ഷിപ്പ് പോകണമെങ്കിൽ എന്തിനാണ് ടാക്സ് അടച്ച് പോകണം? അസസ്മെൻറ്റിലോട്ട് പോകാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? ഒന്ന് നോൺ റെസിഡൻ്റ് ആണ്, ഇന്ത്യക്ക് പുറത്തുള്ളതാണ്. 2 ഷിപ്പിംഗ് ബിസിനസ് മാത്രമല്ല. സ്വാഭാവികമായിട്ട് ഈ ഷിപ്പ് മാത്രമല്ലല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയർക്രാഫ്റ്റ് ഇന്ത്യയിൽ വന്നിട്ട് തിരിച്ചു പോവാണ്.
ഓക്കെ, അപ്പോൾ അവർക്ക് അടക്കണോ? വേണ്ട. നോൺ റെസിഡന്റ് ഷിപ്പിംഗ് ബിസിനസ്, അല്ലെങ്കിൽ റെസിഡന്റ് ആണ് ഷിപ്പിംഗ് ബിസിനസ് ചെയ്യുന്നുണ്ട്, അവർക്കും ഇല്ലേ. സോ സ്പെസിഫിക് ആണ്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് ഷിപ്പിംഗ് ബിസിനസ് ആണെന്നുള്ളതും നോൺ റെസിഡന്റ് ആണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇൻകം ഓഫ് എ എന്താ പറയുക നോൺ റെസിഡന്റ് എങ്ങനെ ഷിപ്പിംഗ് ബിസിനസ്സിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് സാർ എന്തുകൊണ്ടാണ് ഷിപ്പിംഗ് ബിസിനസ് മാത്രം പറയാൻ കാരണം? നമുക്കറിയാം ഈ ഒരു ഷിപ്പിംഗ് ബിസിനസ് ആണല്ലോ അങ്ങനെ ഒരു റെഗുലർ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ളൊരു ബിസിനസ്സോ ഇൻഡസ്ട്രിയോ അല്ല. ഓക്കെ, അവർ ഈ വർഷം വന്നു കഴിഞ്ഞ് തിരിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം പിന്നെയും വരുന്നുള്ളത് അല്ലെങ്കിൽ ടാക്സ് അടക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് അവിടെ ടാക്സ് റവന്യൂ ലീക്ക് ആവാനുള്ള എന്തിൻ്റെ ചാൻസ് ഉള്ളത് കൊണ്ടാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ ടാക്സ് വാങ്ങിക്കുന്നത്. കാരണം അവർ ഇന്ത്യ വിട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ടാക്സ് അടച്ചിട്ട് പോകണം. കാരണം തിരിച്ചു വരുന്നതിനെ കുറിച്ച് എന്തില്ല നെക്സ്റ്റ് ഇയറിൽ വരുന്നുള്ള യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പോൾ സാധനം ഫ്ലൈറ്റ് കമ്പനികൾ, എയർക്രാഫ്റ്റ് ബിസിനസ് ഷെഡ്യൂൾഡ് ഓക്കെ, അല്ലെങ്കിൽ നല്ല ഓർഗനൈസ്ഡ് ബിസിനസ്സാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അടുത്ത ഒരു വർഷത്തെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ വരെ റെഡി ആയിരിക്കും വ്യക്തമായ റൂട്ടിലൂടെ. ഓർഗനൈസ്ഡ് ഇൻഡസ്ട്രി എന്ന് പറയാം നമുക്ക് അല്ലേ. ഇപ്പോൾ നമ്മൾ എമിറേറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ ഇൻഡിഗോ ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ നോക്കുകയാണെങ്കിൽ അവരൊരു ഓർഗനൈസ്ഡ് സെക്ടറാണ്. എനിക്ക് എയർക്രാഫ്റ്റ് ബിസിനസ് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ആണ്. എനിക്ക് പക്ഷേ ഷിപ്പിംഗ് കമ്പനികൾ എന്നല്ല ഓർഗനൈസ്ഡ് അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഷിപ്പിംഗ് ബിസിനസ്സുകൾക്ക് മാത്രം ഈ പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലോജിക് കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ പെർമനന്റ് മെമ്മറിയിൽ അവിടെ കിടന്നുള്ളൂ. ഫസ്റ്റ് പോയിന്റ് ഷിപ്പിംഗ് ബിസിനസ് ഓഫ് എ നോൺ റെസിഡന്റ്. ഓക്കെ, സെക്ഷൻ നമ്പർ 172. അതിനടുത്ത് എന്താണ് പറയുന്നത് സെക്ഷൻ നമ്പർ 174 ഇൻകം ഓഫ് പേഴ്സൺസ് ലീവിങ് ഇന്ത്യ. സോ നിങ്ങൾ ഇന്ത്യ വിട്ട് പോവാണ്, ഒരു പേഴ്സൺ ഇന്ത്യ വിട്ട് പോവാണ്. ഓക്കെ, മിസ്റ്റർ എ ഇന്ത്യ വിട്ട് പോവാണ് പെർമനന്റ് ആയിട്ട്. ഓക്കെ, സോ സെപ്റ്റംബർ ഒക്ടോബറിലാണ് പോകുന്നത്. ഇത്ര നാൾ ഇന്ത്യയിൽ ഇൻകം ഉണ്ടായിരുന്നു. പക്ഷെ ഇനി ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള യാതൊരു ഉദ്ദേശവും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിവിടെ ഡൗട്ട് വരും, സാർ അത് ആള് പോകുമ്പോൾ അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ എങ്ങനെയാണ് മനസ്സിലാവുക? അല്ലെങ്കിൽ ടാക്സ് ആയിരിക്കും എങ്ങനെയാണ് മനസ്സിലാവുക? ആൾ പെർമനൻ്റ് ആയിട്ടാണ് പോകുന്നത് അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ വിസിറ്റിങ്ങിനാണോ കാര്യങ്ങൾ? ബേസിക് ആയിട്ട് ഇന്ത്യൻ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഒരു നിയമം വെച്ചിട്ട് ചാർജ് ചെയ്യുന്നതാണ് അല്ലേ, വെറുതെ അല്ലല്ലോ. സോ ഇൻകം ടാക്സ് ആക്ടിൻ്റെ കീഴിൽ വരുന്നതാണ് ഇൻകം ടാക്സ് അല്ലേ. ദെൻ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള അസസ്മെൻ്റ് എന്ന് പറയുന്നത് സെൽഫ് അസസ്മെൻ്റ് ആണ്. അപ്പോൾ ഇതൊരു നിയമമാണ്, ആ നിയമം പാലിക്കേണ്ട ഉത്തരവാദിത്തമാരതാണ് നമ്മളുടെ ഇന്ത്യയിലത്തെ അല്ലെങ്കിൽ ആ ടാക്സ് അപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സ് പേർ ഏതാണ് ഒന്നാമത്തത്. മാത്രമല്ല ഇന്ത്യയിലെ അസസ്മെൻറ്റ് സെൽഫ് അസസ്മെൻ്റ് ആണ്. ആദ്യം സ്വമേധയാ നമ്മൾ എന്ത് ചെയ്യണം, അസസ്മെൻറ്റ് നടത്തി ടാക്സ് അടക്കുക എന്നുള്ളതാണ്. അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് അത് വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും പോരായ്മകൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിൽ നോട്ടീസും കാര്യങ്ങളും വരുന്നുള്ളൂ. അപ്പോൾ നിയമം പാലിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ അത് അസസ്മെൻറ്റ് നടത്തി ടാക്സ് അടയ്ക്കേണ്ടത്, സെൽഫ് അസസ്മെൻറ്റ് നടത്തി ടാക്സ് അടയ്ക്കേണ്ടത് ആ ഒരു ടാക്സ് പേയറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊന്നും ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം നോക്കേണ്ടത് അത് ആ ടാക്സ് പേയർ തന്നെ മനസ്സിലാക്കി ടാക്സ് അടച്ചിട്ട് എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് പോകാനായിട്ട്. ഓക്കെ, അതിനുള്ള കാര്യങ്ങൾ എന്തിനാണ് അദ്ദേഹം ചെയ്തിട്ട് വേണം ഇന്ത്യ വിട്ട് പോകാൻ. അതാണ് നിയമം പറയുന്നത്. ആ നിയമം നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഓക്കെ, സോ ദ ഇൻകം ഓഫ് പേഴ്സൺസ് ലീവിങ് ഇന്ത്യ. അപ്പോൾ ഒരാൾ മിസ്റ്റർ എ എന്ത് ചെയ്യാണ്, യെസ് നോ പ്രസൻറ്റ് ഇൻറ്റൻഷൻ ടു റിട്ടേണിങ് ടു ഇന്ത്യ. ഇന്ത്യ വിട്ട് പോവുകയാണെങ്കിൽ, പെർമനൻ്റ് ആയിട്ട് ഇന്ത്യ വിട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹം ആ ലീവ് ചെയ്യുന്ന സമയം വരെ അല്ലെങ്കിൽ ഡിപ്പാർച്ചർ സമയം വരെയുള്ള ഇന്ത്യയിലുള്ള ഇൻകത്തിന് എന്ത് ചെയ്യണം, ടാക്സ് അടച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ സെക്ഷൻ നമ്പർ 174 പേഴ്സൺസ് ലീവിങ് ഇന്ത്യ. അപ്പോൾ 172 ഷിപ്പിംഗ് ബിസിനസ് ഓഫ് എ നോൺ റെസിഡന്റ്, 174 പേഴ്സൺസ് ലീവിങ് ഇന്ത്യ പെർമനൻ്റ് ആയിട്ട്. അടുത്ത 174A പറയുന്നത് AOP-BI ഫോംഡ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. നമ്മൾ AOPയുടെ എക്സാമ്പിളൊക്കെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ BOയുടെ എക്സാമ്പിളൊക്കെ സമയത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു അല്ലേ. സോ കുറച്ച് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് കുറച്ച് ചെറുപ്പക്കാരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇവൻറ്റിൽ പങ്കെടുത്ത് നമ്മളൊരു പ്രൈസൊക്കെ അടിക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. എന്നാലോചിക്കുക, അവർ ആ ഒരു ഇവൻ്റ് അവിടെ അവസാനിച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ പിരിഞ്ഞു പോകും. അവർ 1-2 ദിവസക്കുള്ള ട്രിപ്പ് പോകുന്നതാണ്. ദെൻ അതവർ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഇവൻറ്റിന് വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളത്, അങ്ങനെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ അവരെന്ത് ചെയ്തത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനി നെക്സ്റ്റ് ഇയറിൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി കണക്കൊക്കെ നോക്കി ടാക്സ് അടക്കുന്നത് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു AOP-BOI ഒക്കെ ഒരു പർട്ടിക്കുലർ പർപ്പസ് ഇവൻറ്റിന് വേണ്ടിയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഇവൻ്റ് ആ പർപ്പസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വർഷത്തിൽ തന്നെ ടാക്സ് അടച്ച് ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
ഓക്കെ. കാരണം പിന്നീട് പ്രശ്നങ്ങളും കണക്ക് ഡിസ്പ്യൂട്ട് മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യും, ഇഫ് യു പറയുക ഒരു AOP BOI എന്തുണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സോ പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ദെൻ എന്ത് ചെയ്യണം, അവർ ലൈക്ലി ടു ഡിസോൾവ്ഡ് ഇൻ ദ അസസ്മെൻറ്റ് ഇയർ ഇൻ വിച്ച് ഇറ്റ് ഫോമഡ് ദെൻ ഇറ്റ് ടോട്ടൽ ഇൻകം ഷാൾ ബി അസസ്ഡ് ഇൻ ദ സെയിം ഇയർ. ഓക്കെ. അപ്പോൾ ആ ഒരു സെയിം ഇയറിൽ തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ ടോട്ടൽ ഇൻകത്തിന് ടാക്സ് അസസ്മെൻറ്റ് കമ്പ്യൂട്ടേഷനൊക്കെ നടത്തി ടാക്സ് അടച്ചിട്ട് പിരിയുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഏതായിരുന്നു, ഷിപ്പിംഗ് ബിസിനസ് ഓഫ് എ നോൺ റെസിഡൻറ്റ്, 2 പേഴ്സൺസ് ലിവിങ് ഇൻ ഇന്ത്യ, അല്ലേ, 3 AOP BOI ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. ഓക്കെ. ഇനി 4 വരുന്നത് സെക്ഷൻ നമ്പർ 176 നമുക്ക് പോകാം. ഓക്കെ. 175 അവിടെ നിൽക്കട്ടെ, 176 പറയുന്നത് നിങ്ങളൊരു ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, സോ ഡിസ്കണ്ടിന്യൂസ് ഓഫ് എ ബിസിനസ് ഓർ പ്രൊഫഷൻ ആണെങ്കിൽ ദെൻ ഇൻകം അപ് ടു ദ ഡേറ്റ് ഓഫ് സച്ച് ഡിസ്കണ്ടിന്യൂസ്, നമ്മളൊരു ബിസിനസ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ. സോ ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ല, നമ്മളൊരു പ്രീവിയസ് ഇയർ തുടങ്ങുന്ന ഏപ്രിലാണ്, നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് നിർത്തുകയാണെങ്കിൽ ദെൻ പിന്നീട് അത് നിർത്തിയതിനു ശേഷം പിന്നീട് അതിൻ്റെ കണക്കുകളൊക്കെ അടുത്ത അസസ്മെൻറ്റ് ഇയറിൽ നോക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ എന്താണ്, നിങ്ങൾക്ക് സ്വമേധം എന്ത് ചെയ്യാം, ആ ഒരു നിർത്തിയ സമയത്ത് തന്നെ അതുവരെയുള്ള കണക്കുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അല്ലേ. സ്വാഭാവികമായിട്ട് നിങ്ങൾ കഴിഞ്ഞ വർഷം എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടന്നു എന്നൊക്കെ ഈ വർഷം ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞൊരു കാര്യത്തിനെ കുറിച്ച് ഇന്ന് ഓർത്ത് നോക്കാൻ പറഞ്ഞാൽ കുഴപ്പമില്ല. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ക്ലോസ് ചെയ്ത ഈ ഒരു ഫിനാൻഷ്യലി ക്ലോസ് ചെയ്ത ബിസിനസ് ആണെങ്കിൽ ആ ക്ലോസ് ചെയ്ത സമയം വരെയുള്ള ഇൻകം കണക്കാക്കി ടാക്സ് അസസ്മെൻറ്റ് കമ്പ്യൂട്ടേഷനൊക്കെ ചെയ്ത് എന്ത് ചെയ്യുക, അത് ടാക്സ് അടച്ച് ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഡിസ്കണ്ടിന്യൂസ് ഓഫ് എ ബിസിനസ് ഓർ പ്രൊഫഷൻ 176 ആ വർഷം തന്നെ, ദാറ്റ് ഈസ് പ്രീവിയസ് ഇയറിൽ തന്നെ എന്ത് ചെയ്യും, ടാക്സബിൾ ആയിട്ട് മാറും. 4 കേസ് നമ്മൾ പറഞ്ഞല്ലോ. അടുത്ത 5ാമത്തെ കേസ് സെക്ഷൻ നമ്പർ 175 കേസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര നേരം നമ്മൾ സ്പെസിഫിക് കേസുകൾ പറഞ്ഞപ്പോൾ 175 പറയുന്നത് ഒരു ജനറൽ പവർ കൊടുത്തേക്കാണ് ആര്, അസസിങ് ഓഫീസർക്ക്. ഓക്കെ. അപ്പോൾ അസസിങ് ഓഫീസർക്ക് തോന്നാണ് ഒരാൾ ടാക്സ് ലൈബിലിറ്റി ഉള്ള ഒരാൾ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടികൾ സെയിൽ ചെയ്തിട്ട് മറ്റൊരാളെ പേരിലോട്ട് മാറ്റാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് തോന്നാണ്. ഓക്കെ. സോ അസസ് ഈസ് ലൈക്ലി ടു ട്രാൻസ്ഫർ ഹിസ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ് then total income of such person shall be chargeable to tax in the same year if in the opinion of the assessing officer. ഓക്കെ. അപ്പോൾ അസസിങ് ഓഫീസർ ഒപ്പീനിയനിൽ അസസിങ് ഓഫീസർക്ക് തോന്നാണ് ഒരു പർട്ടിക്കുലർ അസസി ടാക്സ് ലൈബിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരാൾ അദ്ദേഹം ടാക്സ് അടക്കാതെ മുങ്ങാനല്ല. അപ്പോൾ നമ്മൾ വിജയ് മല്യയുടെ കേസൊക്കെ പറയുമല്ലോ. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവിടെ പോയിട്ട് അറസ്റ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ടാക്സ് അടപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അസസിങ് ഓഫീസർക്ക് ഒരു പവർ കൊടുത്തേക്കാണ്, ഒരു പേഴ്സൺ ലൈക്ലി ടു ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. ഓക്കെ. ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ നടത്താനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യുക, ടാക്സ് കാൽക്കുലേഷൻ ഒക്കെ ചെയ്തിട്ട് ഓക്കെ ആ പ്രോപ്പർട്ടിയിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, ടാക്സ് ഈടാക്കി ടാക്സ് അടപ്പിച്ചിട്ട് വിടുന്നതാണ് നല്ലത്. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു 5 കേസായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക് ഒരു തിയറി ക്വസ്റ്റ്യൻ എക്സാമിന് പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ, എന്തായിരുന്നു, സെക്ഷൻ നമ്പർ 4 ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു, ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ വിൽ ബി അസസ്ഡ് ഇൻ ദി അസസ്മെൻറ്റ് ഇയർ. പക്ഷെ അതിന് 2 എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഒന്ന് അഡ്വാൻസ് ടാക്സ്, നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഒരു ചാപ്റ്റർ ആയിട്ട് പഠിക്കും, പക്ഷെ അതിൻ്റെ ബേസിക് നമ്മൾ ഡിസ്കസ് ചെയ്തു. 2ാമത്തെ സിറ്റുവേഷൻ ഇതിലാണ് 5 സ്പെഷ്യൽ കേസസ് ആണ്. ഈ 5 സ്പെഷ്യൽ കേസിൽ പ്രീവിയസ് ഇയർ ഇൻകത്തിന് പ്രീവിയസ് ഇയർ തന്നെ ടാക്സ് ഫൈനലൈസേഷൻ നമ്മൾ ചെയ്തിരിക്കണം. ഏതൊക്കെയാണ് 5 കേസുകൾ? 1ാമത്തെ കേസ് ഷിപ്പിംഗ് ബിസിനസ് ഓഫ് എ നോൺ റെസിഡൻറ്റ്, അല്ലേ. സോ അതുപോലെ തന്നെ 2ാമത്തത് പേഴ്സൺസ് ലീവിങ് ഇന്ത്യ ഫോർ എ പെർമനൻ്റ് ആയിട്ട്. ഓക്കെ. സോ തിരിച്ചു വരാനുള്ള യാതൊരു ഉദ്ദേശവും ഇല്ല. 3 AOP BOI ഒക്കെ ഫോർ ദി പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള AOP BOI. അങ്ങനെ 4 നമുക്ക് വരുന്നത് പേഴ്സൺസ് ലൈക്ലി ടു ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്, അല്ലേ. സോ അസസി പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ടാക്സ് വെട്ടിക്കാനായിട്ട്. ലാസ്റ്റ് ഡിസ്കണ്ടിന്യൂയിങ് ബിസിനസ്. കറസ്പോണ്ടിങ് സെക്ഷൻസ് നമുക്കറിയാം. 172 ഷിപ്പിംഗ് ബിസിനസ് ഓഫ് എ, നമ്മളിങ്ങനെ ക്യുമുലേറ്റീവ് പറയുമ്പോൾ പെർമനന്റ് മെമ്മറിയിലേക്ക് കയറിക്കോളും. സെക്ഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മൾ ഓർത്ത് വെക്കും. സോ സെക്ഷൻ നമ്പർ 172 എന്തായിരുന്നു, ഷിപ്പിംഗ് ബിസിനസ് ഓഫ് എ നോൺ റെസിഡൻറ്റ്. ദെൻ സെക്ഷൻ നമ്പർ 174 പേഴ്സൺസ് ലീവിങ് ഇന്ത്യ. ഓക്കെ. ദെൻ 174 വരുന്നത് AOP BOI ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. 175 എന്ന് പറഞ്ഞാൽ പേഴ്സൺസ് ലൈക്ലി ട്രാൻസ്ഫർ ദ പ്രോപ്പർട്ടി അവോയ്ഡ് ടാക്സ്. ദെൻ ലാസ്റ്റ് 176 ഡിസ്കണ്ടിന്യൂസ് ഓഫ് എ ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ. ഈ 5 കേസുകളാണ് നമുക്ക് എന്ത് വരുന്നത്, ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ വിൽ ബി അസസ്ഡ് ഇൻ ദി പ്രീവിയസ് ഇയർ ഇറ്റ് സെൽഫ്. ഓക്കെ. യെസ്. ഇതുവരെയുള്ള കോൺസെപ്റ്റുകളെ ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമ്മൾ സെക്ഷൻ നമ്പർ 1 പഠിച്ചു, 2 പഠിച്ചു, 3, 4.
ഇൻകം ടാക്സിൻ്റെ ഏതൊക്കെയാണ് ഇൻകം ടാക്സ് ലോയുടെ സോഴ്സസ് ഏതൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് ഇൻകം ടാക്സ് പ്രൊവിഷൻസ് വരുന്നത്, അതിൻ്റെ ഹൈറാർക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻകം ടാക്സിൻ്റെ സെക്ഷൻ നമ്പർ 4 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഏതാണ്, ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ അസസ്മെൻറ്റ് ഇയറിലാണ് എന്ത് ചെയ്യുന്നത്, അസസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സെപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദെൻ ലാസ്റ്റ് നമ്മൾ ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നതിനേക്കാൾ മുമ്പായിട്ട് ഒരു കാര്യം കൂടി, ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് കുറച്ച് ഡിഫറൻസുകൾ നമുക്കൊന്ന് പഠിച്ചിട്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. ചില ഡിഫറൻസുകൾ, ഓക്കെ, ചില ടേംസ്, ഓക്കെ, ചില ടെർമിനോളജി കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് മുന്നോട്ട് പോകും. ഒന്നാമത്തെ ടെർമിനോളജി വെച്ചാൽ ഹെഡ്സ് ഓഫ് ഇൻകം വേഴ്സസ് സോഴ്സ് ഓഫ് ഇൻകം. സോ പല സ്ഥലങ്ങളിൽ നമുക്ക് ഹെഡ്സ് ഓഫ് ഇൻകം കാണാൻ പറ്റും, പലപ്പോഴും നമുക്ക് സോഴ്സ് ഓഫ് ഇൻകം എന്നാണ്. എന്താണ് വ്യത്യാസം, എന്താണ് ഹെഡ്സ് ഓഫ് ഇൻകം, എന്താണ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്? ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഹെഡ്സ് ഓഫ് ഇൻകം നമുക്കറിയാലോ, ഓൺലി 5 ഹെഡ്സ് അല്ലേ ഉള്ളൂ അല്ലേ. സോ ഹെഡ്സ് ഓഫ് ഇൻകം ഓൺലി 5 ഹെഡ്സ്. ഏതൊക്കെയാണ് 5 ഹെഡ്സ് എന്ന് പറയുന്നത്? സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻസ് അല്ലേ. ദെൻ അതർ സോഴ്സസ്. ഈ ഒരു 5 ഹെഡുകൾ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വേണമെങ്കിൽ അൺലിമിറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് സോഴ്സ് ഓഫ് ഇൻകം? ഫോർ എക്സാമ്പിൾ, ഓക്കെ, സോ നമുക്ക് പറയാം, ഇപ്പോൾ എൻ്റെ കേസ് തന്നെയാണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, CA പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രൊഫഷൻ ഉണ്ട് PGBPയിൽ തന്നെ അല്ലേ. സോ നിങ്ങൾക്കറിയാം പ്രൊഫഷൻ വരുന്നത് PGBയിലാണ്. അപ്പോൾ PGBPയിൽ എന്തുണ്ട്, എനിക്ക് പ്രൊഫഷൻ വരുന്നുണ്ട്. അതുപോലെ AKM മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു കോച്ചിങ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു കോച്ചിങ് ബിസിനസ്സിൽ നിന്ന് വരുമാനം വരുന്നുണ്ടാവും. ഓക്കെ, ദെൻ അപ്പോൾ എനിക്ക് ഒരു സോഴ്സ് എവിടെ നിന്നാണ്, AKM മാനേജ്മെൻറ്റ് സ്റ്റഡീസിനുള്ള കോച്ചിങ് സെൻറ്റർ. അതുപോലെ തന്നെ എൻ്റെ പ്രൊഫഷണൽ ഇൻകം കൺസൾട്ടൻസി, അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന്. സപ്പോസ് എനിക്കൊരു മെൻസ് ഒരു ടെക്സ്റ്റൈൽസ് മെൻസ് വെയർ ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു 3 തന്നെ ആലോചിച്ച് നോക്കിയാൽ, ഈ 3 വരുന്നത് ഒറ്റ ഹെഡായിട്ടുള്ള ഇതിലാണ്, PGBPയിലാണ്. അപ്പോൾ PGBP എന്ന് പറയുന്ന ഹെഡിൻ്റെ അകത്ത് എനിക്ക് 3 സോഴ്സ് ഉണ്ട് അല്ലേ. 3 സോഴ്സ് ഈ പറഞ്ഞ എക്സാമ്പിളിൽ കൺസൾട്ടൻസി, കോച്ചിങ് സെൻറ്റർ, ടെക്സ്റ്റൈൽസ്, ഓക്കെ, മെൻസ് വെയർ. അപ്പോൾ ഇത് 3നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഹെഡിൻ്റെ അകത്ത് നമുക്ക് എന്തുണ്ടായിരിക്കാം, മൾട്ടിപ്പിൾ സോഴ്സുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ 5 ഹെഡിൽ ഒരുപാട് സോഴ്സുകൾ ഉണ്ടായിരിക്കാം. 5 സോഴ്സ് അല്ല, ഒരുപാട് സോഴ്സുകൾ. ഓക്കെ, ഇനി ഒരു ഹെഡിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരുപാട് സോഴ്സുകൾ ഉണ്ടായിരിക്കാം. ഇതാണ് ഹെഡ്സ് ഓഫ് ഇൻകം അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ഇൻകം തമ്മിലുള്ള വ്യത്യാസം, അതറിഞ്ഞിരിക്കുക. അപ്പോൾ ഹെഡ്സ് ഓഫ് ഇൻകം ഓൺലി എത്ര ഉണ്ടാവുള്ളൂ, 5 ഹെഡ്സേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു ഹെഡിൻ്റെ അകത്ത് തന്നെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ക്ലിയർ ആയി വരും. അടുത്ത് നമുക്ക് പറയാവുന്ന മറ്റൊരു ഡിഫറൻസ് ആണ്, ചില ടേംസ് ഒന്ന് പരിചയപ്പെടുക. അപ്ലിക്കേഷൻ ഓഫ് ഇൻകം വേഴ്സസ് ഡൈവേർഷൻ ഓഫ് ഇൻകം. ഡൈവേർഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഡൈവേർഷൻ അറ്റ് സോഴ്സ്. ഡൈവേർഷൻ അറ്റ് സോഴ്സ്. ഓക്കെ, എന്താണ് അപ്ലിക്കേഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ ഡൈവേർഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പഠിക്കാം. സപ്പോസ് ഇപ്പോൾ എൻ്റെ ഫാദർ എനിക്ക് ഒരു 1 CR 100 lakhs അല്ലെങ്കിൽ 1 CR ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ത് ചെയ്യാണ്, എൻ്റെ പേരിലോട്ട് മാറ്റാണ്. അതിന് 10% ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ പേരിലോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് മാറ്റാണ് വിത്ത് 10% ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു വർഷം എത്ര ഇൻട്രസ്റ്റ് കിട്ടും, 10 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് എത്ര കിട്ടും, 10 lakhs. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ബ്രദർ മരണപ്പെട്ടു. ഓക്കെ, അപ്പോൾ അദ്ദേഹം നിലവിലില്ല. അദ്ദേഹത്തിൻ്റെ മകനുണ്ട്, ദാറ്റ് മീൻസ് എൻ്റെ കസിൻ. ഓക്കെ, എൻ്റെ കസിൻ ഉണ്ട്. അപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ കുറച്ച് മോശമാണ്. അപ്പോൾ ഫാദർ എന്നോട് പറയുകയാണ്, എനിക്ക് FD ട്രാൻസ്ഫർ ചെയ്ത് തന്ന സമയത്ത് തന്നെ ഫാദർ എന്നോട് പറയുന്ന ഒരു കാര്യം, ഈ ഒരു FDയിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിൻ്റെ 40% ആർക്ക് കൊടുക്കണം, കസിന് കൊടുക്കണം എന്ന് പറയാണ്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു FD എൻ്റെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ട്രാൻസ്ഫറിൻ്റെ കണ്ടീഷനായിട്ട് എന്ത് പറയാണ്, കസിന് 40% ഇൻട്രസ്റ്റ് കൊടുക്കണം എന്ന് പറയാണ്. അപ്പോൾ അതൊരു കോൺട്രാക്റ്റാണ്. FD എൻ്റെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതും ദെൻ അവിടെ ഒരു കണ്ടീഷൻ വെക്കുന്നതും അതൊരു കോൺട്രാക്റ്റാണ്, അഥവാ വാലിഡ് കോൺട്രാക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 10 lakhs ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ പേരിലാണ് കിട്ടുന്നത്. പക്ഷെ കിട്ടുന്ന 10 lakhs എനിക്കാണ് കിട്ടുന്നത് ഇൻട്രസ്റ്റ്, കാരണം എൻ്റെ പേരിലാണ് FD. പക്ഷെ ഫാദർ ഉണ്ടായിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റ് പ്രകാരം ഞാനിതിൻ്റെ 40% ഞാൻ ആർക്ക് കൊടുക്കണം, കസിന് കൊടുക്കണം. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ 10 lakhs ഇൻട്രസ്റ്റ് എൻ്റെ കയ്യിലാണോ മുഴുവനായിട്ട് ടാക്സ് ചെയ്യുക, അല്ലെങ്കിൽ
അതിന് നമ്മൾ എന്ത് ചെയ്യണോ, ആ ഒരു റേഷ്യോ ദാറ്റ് ഈസ് 40% കസിനും 60% എനിക്കും, അഥവാ 10 ലക്ഷത്തിൽ 6 ലക്ഷം ഓക്കെ അൻസാരി, 4 ലക്ഷം രൂപ കസിൻ, ഇങ്ങനെയാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് ഇൻകം ടാക്സ് ആക്ടിലും അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും എൻ്റെ പേരിൽ 6 ലക്ഷവും ദെൻ കസിൻ്റെ പേരിൽ 4 ലക്ഷവും. ഓക്കെ, ഇങ്ങനെയാണോ കാണിക്കേണ്ടത്, അല്ലെങ്കിൽ എൻ്റയർ 10 lakhsന് ഞാൻ തന്നെ ടാക്സ് കൊടുക്കണമെന്ന് ഡൗട്ട് വരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ ഒരു കോൺട്രാക്ട് പറഞ്ഞു അല്ലേ, ഫാദർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അത് ആ ഒരു ട്രാൻസ്ഫറിൻ്റെ കണ്ടീഷനും കൂടിയാണെങ്കിൽ അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ സോഴ്സിൽ നിന്ന് തന്നെ, അതായത് എൻ്റെ കൈവശം വന്നിട്ട് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഞാൻ എന്ത് ചെയ്യുന്നത്, അത് സ്പെൻഡ് ചെയ്യുന്നത്, പകരം ഞാൻ ആ ഒരു കോൺട്രാക്റ്റിലെ വാലിഡ് ആയിട്ടുള്ള പോയിന്റിനെ തന്നെ പരിഗണിച്ചുകൊണ്ട് എന്താണ്, ആ സോഴ്സിൽ നിന്ന് തന്നെ 40% ആർക്ക് അവകാശപ്പെട്ടതാണ്, നമ്മളുടെ കസിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് നിയമപ്രകാരം തന്നെ എൻ്റെ പേരിൽ എത്ര, ആ 60% ആയിട്ടുള്ള 6 lakhs ആണ് ഞാൻ ടാക്സ് കൊടുക്കേണ്ടത്. ദെൻ ബാലൻസ് 4 lakhs ആരുടെ കയ്യിലാണ് അസസ് ചെയ്യുന്നത്, കസിൻ്റെ പേരിലായിരിക്കും അസസ് ചെയ്യുന്നത്. ഈ സിറ്റുവേഷൻ വിളിക്കുന്ന പേരാണ് ഡൈവേർഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ ഡൈവേർഷൻ അറ്റ് സോഴ്സ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഡൈവേർഷൻ ഓഫ് സോഴ്സ് അല്ലെങ്കിൽ ഡൈവേർഷൻ ഓഫ് ഇൻകം ആണെങ്കിൽ എൻ്റെ കയ്യിൽ അസസിയുടെ പേരിൽ ടാക്സബിൾ ആവുന്ന ഏത് മാത്രമേ ഉള്ളൂ, 6 lakhs അസസിയുടെ ഡിസർവിങ് ആയിട്ട് അല്ലെങ്കിൽ അവകാശപ്പെട്ടത്. ബാക്കി അദ്ദേഹത്തിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ആരാണോ മറ്റാൾ, ദാറ്റ് ഈസ് കസിനാണ് ഇവിടുത്തെ കേസിൽ, നമുക്ക് അവരെ കയ്യിലാണ് ടാക്സ്. അപ്പോൾ നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് ഡൈവേർഷൻ ഓഫ് ഇൻകം ഈസ് നോട്ട് ടാക്സബിൾ എന്ന് പറയാം. നോട്ട് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി എന്ത് അസസി. ഓക്കെ, സോ ഡൈവേർഷൻ ഓഫ് ഇൻകം ഈസ് നോട്ട് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി അസസി. അസസിയുടെ കയ്യിൽ എന്തല്ല, ഡൈവേർഷൻ ഓഫ് ഇൻകം എന്നല്ല, ടാക്സബിൾ അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. ദെൻ സെയിം എക്സാമ്പിൾ തന്നെ ആലോചിക്കുക, എൻ്റെ ഫാദർ ഈ 1 CR എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് 10% ഇൻട്രസ്റ്റ് ഉള്ള 10 ലക്ഷം ഇൻട്രസ്റ്റ് ഉള്ള FD ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. ഓക്കെ, പക്ഷെ എൻ്റെ ഫാദറിൻ്റെ ബ്രദർ മരണപ്പെട്ടതാണ് പ്രത്യേകം. പക്ഷേ എനിക്ക് ഈ 10 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് തോന്നുകയാണ്, പാവം കസിൻ, അവനക്ക് ഫാദറില്ല, അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഈ ഇൻട്രസ്റ്റ് അല്ലേ, അപ്പോൾ അതും ഞാൻ വെറുതെ പണിയെടുക്കാതെ കിട്ടിയതല്ലേ, ഈ ബാങ്കിൽ നിന്ന് കിട്ടിയതല്ലേ, ഒരു ക്യാഷ് ഇൻകം ആണല്ലോ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് ആർക്ക് കൊടുക്കാം, കസിന് കൊടുക്കാം എന്നുള്ളത് എൻ്റെ ആ ഒരു മാനസിക ഇതുകൊണ്ട് എന്ത് ചെയ്യണം, ഞാൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, മാനുഷിക പരിഗണനയും ആ ഒരു സ്നേഹം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കൊടുക്കുകയാണ്. അവിടെ കോൺട്രാക്ട്, വാലിഡ് കോൺട്രാക്റ്റ് ഒന്നുമില്ല. അപ്പോൾ അത്തരം കേസിൽ എന്താണ് അവസ്ഥ? ഓക്കെ, ഞാൻ 10 ലക്ഷം എനിക്ക് കിട്ടി, ഞാനൊരു 4 ലക്ഷം രൂപ എന്ത് ചെയ്യുന്നു, കസിന് കൊടുക്കുന്നു, ബാക്കി 6 ലക്ഷം കയ്യിൽ വെക്കുന്നു. ദെൻ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അപ്ലിക്കേഷൻ ഓഫ് ഇൻകം എന്ന് വിളിക്കുന്നത്. ദെൻ അപ്ലിക്കേഷൻ ഓഫ് ഇൻകം ഈസ് ടാക്സബിൾ ആണ്. ഓക്കെ, അപ്ലിക്കേഷൻ ഓഫ് ഇൻകം ഈസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി അസസി ഇറ്റ് സെൽഫ്. അഥവാ എൻ്റയർ 10 lakhs. ഓക്കെ, അഥവാ എൻ്റയർ 10 lakhs ആരുടെ പേരിൽ, എൻ്റെ പേരിൽ തന്നെ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ആ 4 ലക്ഷം രൂപ ഞാൻ എന്ത് കസിന് കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അസസ്മെൻറ്റ് അല്ലെങ്കിൽ ടാക്സ് ലൈബിലിറ്റി എൻ്റെ മുകളിലാണ് വരുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് എൻ അപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ സ്വമേധയാ നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്യുന്നത്, സ്പെൻഡ് ചെയ്യുന്നതാണ് അപ്ലിക്കേഷനാണ്, വിച്ച് ഈസ് ടാക്സബിൾ ആണ്. നേരെ മറിച്ച് ഒരു കോൺട്രാക്റ്റ് നിലനിൽക്കെ നമ്മൾ അതിൻ്റെ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മളെ സോഴ്സിൽ നിന്ന് തന്നെ ഒരു എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ, അത് ഡൈവേർഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ ഡൈവേർഷൻ അറ്റ് സോഴ്സ് ആണ്, വിച്ച് ഈസ് നോട്ട് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി അസസി. ഓക്കെ, നമ്മൾ 2 ഡിഫറൻസുകൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഹെഡ്സ് ഓഫ് ഇൻകം അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ഇൻകം, അതുപോലെ അപ്ലിക്കേഷൻ ഓഫ് ഇൻകം അതുപോലെ തന്നെ ഡൈവേർഷൻ ഓഫ് ഇൻകം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത ഒരു ഡിഫറൻസ് ആണ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഐറ്റംസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ വേഴ്സസ് റവന്യൂ. ക്യാപിറ്റൽ വേഴ്സസ് റവന്യൂ. സോ ഇനിയുള്ള ഇൻകം ടാക്സ് പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് PGBP പോലുള്ള ചാപ്റ്ററിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ക്യാപിറ്റൽ വേഴ്സസ് റവന്യൂ. അപ്പോൾ അത്ര സിമ്പിളായിട്ട് നമ്മൾ എടുക്കരുത്. ഓക്കെ, മനസ്സിലാക്കുക, എന്താണ് അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാം. സോ പൊതുവെ ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ക്യാപിറ്റൽ, വാട്ട് ഈസ് റവന്യൂ? അപ്പോൾ അക്കൗണ്ടൻസി ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ പഠിച്ചിരിക്കുന്ന ഓൾറെഡി നിങ്ങൾക്കറിയാം. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ വല്ലപ്പോഴും കിട്ടുന്നത്, ഒരു വട്ടം കിട്ടുന്നത്, ഇടയ്ക്ക് കിട്ടുന്നത്. റവന്യൂ മീൻസ് കണ്ടിന്യൂസ് അല്ലേ. അപ്പോൾ റവന്യൂ എന്ന് ചോദിക്കുമ്പോൾ പൊതുവെ സ്റ്റുഡൻസ് ഇങ്ങനെ പറയുന്നത് റിക്കറിങ് ആയിട്ടുള്ള. ഓക്കെ, സോ റിക്കറിങ് ആയിട്ട് കിട്ടുന്നതെല്ലാം എന്താണ്, റവന്യൂ ആണ്. വല്ലപ്പോഴും അല്ലെങ്കിൽ ഒരു വട്ടമൊക്കെയുള്ളത് ക്യാപിറ്റൽ. ആക്ച്വലി ഇത് തെറ്റാണ്, ഈ ഒരു മീനിങ് അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർപ്രിട്ടേഷൻ തെറ്റാണ്. പകരം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ന്യൂ ഇയർ ദിവസം ഓഫീസിൽ, ബിസിനസ്സിൽ ഓഫീസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കേക്ക് എന്ത് ചെയ്യാണ്, മുറിക്കുകയാണെന്ന് വിചാരിക്കാം. എനിക്ക് ക്രിസ്മസിനോ ന്യൂ ഇയറിനോ. ഒരു വർഷത്തിൽ എത്ര ന്യൂ ഇയർ ഉണ്ടാവും? ഒരു വട്ടമല്ലേ ഉണ്ടാവുള്ളൂ. റിക്കറിങ് ആണോ? അല്ല.
റിക്കറിങ് ഇയർലി റിക്കറിങ് ആണ്. ആ ഫിനാൻഷ്യൽ ഇയറിൽ റിക്കറിങ് ആണോ, അല്ലെങ്കിൽ ക്രിസ്മസ് ഒരു വർഷത്തിൽ എത്ര ഉണ്ടാവുള്ളൂ, ഒരെണ്ണം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളൊരു 500 രൂപയുടെ ഒരു കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്ത് ഓഫീസിലെ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകും അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആകും. ബിക്കോസ് നമ്മൾ പറഞ്ഞ അനുസരിച്ച് റിക്കറിങ് ആണെങ്കിൽ റവന്യൂ ആവുള്ളൂ, വൺ ടൈം ആണെങ്കിൽ ക്യാപിറ്റലാണ്. അപ്പോൾ ന്യൂ ഇയർ കേക്ക് അല്ലെങ്കിൽ ക്രിസ്മസ് കേക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്നാണ് നിങ്ങൾ പറയുന്നത്, ആണോ? അല്ല. അതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, അത് ബിസിനസ്സിൻ്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്ന് അറിയാം. അതുകൊണ്ട് നമ്മളൊരിക്കലും റിക്കറിങ് എന്നുള്ള ഇൻ്റർപ്രിട്ടേഷനേക്കാൾ, ഓക്കെ ശരിയാണ് റവന്യൂ എന്ന് പറഞ്ഞാൽ നോർമലി റിക്കറിങ് ഒക്കെയാണ്, പക്ഷേ നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ പറയുമ്പോൾ അങ്ങനെയല്ല. സാധാരണയായിട്ട് ലൈക്ക് നമുക്ക് പറയാം, ഇപ്പോൾ റവന്യൂ എന്താണ് റവന്യൂ എക്സ്പെൻസ്, ക്യാപിറ്റൽ അല്ലാത്തതെല്ലാം റവന്യൂ ആണ്. നമ്മൾ പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി ഡെഫിനിഷൻസ് ഒക്കെ പഠിക്കുമ്പോഴേ പ്രൈവറ്റ് കമ്പനി ഈസ് എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പബ്ലിക് കമ്പനി അല്ലേ. സോ ബേസിക് ക്ലാസ്സിൽ ഉണ്ടായിരിക്കും പ്രൈവറ്റ് കമ്പനി ഈസ് എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പബ്ലിക് കമ്പനി. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് പറയാം, റവന്യൂ എക്സ്പെൻസ് ഈസ് എക്സ്പെൻസ് വിച്ച് ഈസ് നോട്ട് എ ക്യാപിറ്റൽ എക്സ്പെൻസ്. ക്യാപിറ്റൽ എക്സ്പെൻസ് അല്ലാത്തതെല്ലാം എന്താണ്, റവന്യൂ എക്സ്പെൻസ് അല്ലേ. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ? സോ ക്യാപിറ്റൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ്. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻസ് എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് മീൻസ് വിച്ച് ക്രിയേറ്റ് ആൻ അസറ്റ്, ഓക്കെ. ഒരു അസറ്റ് ക്രിയേഷൻ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസിൻ്റെ റിസൾട്ടായിട്ട് ഒരു അസറ്റ് ക്രിയേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻസ്. ഓക്കെ, നേരെ മറിച്ച് റവന്യൂ എക്സ്പെൻസിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ എന്ത് നടക്കുന്നില്ല, അസറ്റ് ക്രിയേഷൻ നടക്കുന്നില്ല, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് എ ക്യാപിറ്റൽ. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് വിച്ച് ഈസ് നോട്ട് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആക്കാൻ പറ്റാത്തത് എല്ലാം നമുക്ക് എന്തായിട്ട് എടുക്കാം, റവന്യൂ ആയിട്ട് എടുക്കാം. അപ്പോൾ ശരിയാവും. ഫോർ എക്സാമ്പിൾ ഡിസംബർ 25 ക്രിസ്മസിൻ്റെ കേക്ക് അല്ലെങ്കിൽ ന്യൂ ഇയർ കേക്ക് കട്ട് ചെയ്തു, അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ഇല്ല, ദെൻ ഇറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പോൾ എനി എക്സ്പെൻഡിച്ചർ വിച്ച് ക്രിയേറ്റ് എൻ അസറ്റ് നോർമലി കോൾഡ് ആസ് എൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എനി എക്സ്പെൻഡിച്ചർ വിച്ച് ഈസ് നോട്ട് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് കോൾഡ് ആസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, സോ ബേസിക് ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ കൂടുതൽ നമ്മൾ അടുത്തടുത്ത ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. സോ ആ ബേസിക് ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കാം. അടുത്ത നമുക്ക് മറ്റൊരു ഡിഫറൻസ് പഠിക്കാനുള്ളതാണ് ഡിഡക്ഷൻ വേഴ്സസ് എക്സംഷൻ. നമ്മൾ പലപ്പോഴും ഇനി ആക്ട് ത്രൂട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞ സമയങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ആ ഇൻകത്തിന് ഡിഡക്ഷൻ കിട്ടുന്നു, മനസ്സിലാകുന്ന പറയും എക്സംഷൻ കിട്ടുന്നു. അപ്പോൾ ഡിഡക്ഷൻ കിട്ടാന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തോ ടാക്സ് ഇല്ലാത്തതിനാണ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. എക്സംഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എക്സംപ്റ്റഡ് ആണ്, ഒഴിവാക്കിയുള്ളതാണ്, അപ്പോഴും ടാക്സ് ഇല്ല. അപ്പം അങ്ങനെ ഡിഡക്ഷനും ടാക്സ് ഇല്ല, ഓക്കെ, എക്സംഷനും എന്തില്ല, ടാക്സ് ഇല്ല എന്നാണ് പൊതുവെ നമ്മൾ രണ്ടും സെയിം ആവണ്ടേ അല്ലേ. പക്ഷെ രണ്ടും തമ്മിൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഡക്ഷൻ വേഴ്സസ് എക്സംഷൻ തമ്മിലുള്ള വ്യത്യാസം. സോ ബേസിക് ഡിഫറൻസ് ഇപ്പോൾ മനസ്സിലാക്കുക. എന്നാൽ ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐറ്റം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആദ്യം അതേവിടെ അല്ലേ 10ൽ നിന്ന് 5 കുറയ്ക്കാൻ പറയുമ്പോൾ എനിക്ക് 5 10ൻ്റെ അകത്ത് എന്ത് ചെയ്യണം, ഉണ്ടെന്നുള്ളതിലാണ് അല്ലേ. സോ 10ൻ്റെ അകത്ത് 5 ഉണ്ട്, അപ്പോൾ 10ൻ്റെ അകത്ത് 5 കുറയ്ക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡിഡക്ഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ ആ ഡിഡക്ഷൻ എടുക്കാൻ പോകുന്ന എമൗണ്ട്, കുറയ്ക്കാൻ പോകുന്ന എമൗണ്ട് അതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളതിൽ ഉണ്ടാവണം, എന്നാലേ അത് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഉള്ളത് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ, ഡിഡക്ഷനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഡിഡക്ഷൻ്റെ പ്രത്യേകത അത് ഫസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ഇൻകം. അതാദ്യം എന്ത് ചെയ്യും, ഇൻകത്തിൽ എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യും, ഇൻകത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, സോ ഇൻകത്തിൻ്റെ ഭാഗമാണ്, ഇൻകത്തിൻ്റെ അകത്തുണ്ട്, ദെൻ അതെന്ത് ചെയ്യും, വിൽ ബി ഡിഡക്റ്റഡ്. ഓക്കെ, അതെന്ത് ചെയ്യും, മൈനസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇൻകത്തിൽ എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, ഡിഡക്റ്റ് ചെയ്യും. ദെൻ ഇത് സ്പെസിഫിക്കലി എവിടെയാണ് പറയുന്നത്, നമ്മൾ ഇൻകം ടാക്സ് ആക്ടിൻ്റെ ചാപ്റ്റർ ഇടാം. ഓക്കെ, ഇൻകം ടാക്സ് ആക്ടിൻ്റെ ചാപ്റ്റർ 6A പോലെയുള്ള സെക്ഷൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഡക്ഷൻസ് പറയുന്നത്. ഓക്കെ, ലൈക്ക് 80C 80D പോലെയുള്ള 80 സീരീസിലെ സെക്ഷൻസിലൊക്കെ നമ്മൾ ഡിഡക്ഷൻസ് പറയും. അപ്പോൾ ഫസ്റ്റ് ആ എമൗണ്ട് ഇൻകത്തിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, അത് ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ ഇൻകത്തിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്ത എമൗണ്ടാണ് നമ്മൾ മൈനസ് ചെയ്തെടുക്കുന്നത്. എക്സംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻകം തന്നെ ഇതല്ല, ടാക്സബിൾ അല്ല. ആ ഒരു പർട്ടിക്കുലർ വരവ് ഇൻഫ്ലോ നമുക്ക് ഇൻകം അല്ല. ആ ഒരു ഇൻഫ്ലോ ഉണ്ട്, ഓക്കെ, പക്ഷേ ഇൻകം ടാക്സ് നിയമപ്രകാരം അത് ഇൻകത്തിൻ്റെ ഡെഫിനേഷൻ്റെ അകത്ത് വരാത്തത് കൊണ്ട് അത് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇൻകം ആണ്, ഒരു ഇൻഫ്ലോ ആണ്, ഒരു ഇൻകം ആണ്,
പക്ഷേ ഇൻകത്തിൻ്റെ ടാക്സബിൾ ഇൻകത്തിൻ്റെ കാൽക്കുലേഷൻ്റെ അകത്ത് അത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സംഷൻ നമ്മൾ വിളിക്കുന്നത്. അത് ഇൻകത്തിൽ തന്നെ എന്തല്ല, ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഇൻകം, ഇൻക്ലൂഡ് ഇൻ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ അകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം അഗ്രികൾച്ചർ അല്ല. സോ അഗ്രികൾച്ചർ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ അവർക്ക് ഫുഡ് കഴിക്കണമെങ്കിലൊക്കെ അഗ്രികൾച്ചർ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ടറാണ് അല്ലേ. അപ്പോൾ അവിടെ പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെ, പ്രോഫിറ്റ് ഉണ്ടാവും. കൃഷി നല്ലൊരു ബിസിനസ്സും കൂടിയാണ് അല്ലേ. സോ നമ്മളുടെ ഒരുപാട് ആൾക്കാർ നമ്മുടെ രാജ്യത്ത് ഒരു ബിസിനസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കൃഷി എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഇൻകം ഉണ്ടാവുന്നുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഗ്രികൾച്ചറിൽ നിന്നുള്ള വരുമാനം, ഓക്കെ, അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന ഇൻകം എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 100 കോടി 1000 കോടി കിട്ടിയാൽ പോലും അതിനെന്തില്ല, ടാക്സ് ഇല്ല. ഓക്കെ, അപ്പോൾ അത് ഇൻകത്തിൻ്റെ അകത്ത് തന്നെ നിന്നില്ല. അഗ്രികൾച്ചറൽ ഇൻകം ആദ്യം PGBPയിൽ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ആദ്യം വേറെ അതർ സോഴ്സിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അതിൽ നിന്ന് അഗ്രികൾച്ചറൽ ഇൻകം മൈനസ് ചെയ്യുന്നതല്ല, പകരം ഇൻകത്തിൻ്റെ അകത്തേ ചെയ്യുന്നില്ല, അഗ്രികൾച്ചറൽ ഇൻകം ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, അത്തരം സിറ്റുവേഷൻ നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സംഷൻ എന്ന് വിളിക്കുന്നത്. ഇത്തരം എക്സംഷൻസ് പൊതുവെ അതാത് സെക്ഷൻ്റെ അതല്ലെങ്കിൽ ഓരോരോ ഹെഡിൻ്റെ അകത്ത് എക്സംഷൻസ് വരുന്നുണ്ട്. ദെൻ അത് കൂടാതെ സെക്ഷൻ നമ്പർ 10 എന്ന് പറയുന്ന ഒരു ജനറൽ ആയിട്ടൊരു സെക്ഷൻ ഉണ്ട്. ദറ്റ് ഈസ് സെക്ഷൻ നമ്പർ 10 എക്സംഷൻസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ സെക്ഷൻ നമ്പർ 10(1) തന്നെ. ഓക്കെ, സെക്ഷൻ നമ്പർ 10 സബ്സെക്ഷൻ അല്ല, ക്ലോസ്, നമ്മൾ ബേസിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ സെക്ഷൻ നമ്പർ 10 ക്ലോസ് 1 അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ എന്താണ്? എക്സംപ്റ്റ് ആണ്. ഓക്കെ, അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ എക്സംപ്റ്റഡ് ആണെന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻകം. ഓക്കെ, അതാണ് അതിൻ്റെ എക്സാമ്പിൾ. ക്ലിയർ ആണോ? ഓക്കെ, ബാക്കി നമ്മൾ സെപ്പറേറ്റ് അഗ്രികൾച്ചർ ഇൻകം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, എക്സംഷൻ നമുക്ക് ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്യും. ഒരു ബേസിക് ടെർമിനോളജീസ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഹെഡ്സ് ഓഫ് ഇൻകം വേഴ്സസ് സ്കോപ്പ് ഓഫ് സോഴ്സ് ഓഫ് ഇൻകം, അടുത്ത് അപ്ലിക്കേഷൻ ഓഫ് ഇൻകം വേഴ്സസ് ഡൈവേർഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ ഡൈവേർഷൻ സോഴ്സ്, ക്യാപിറ്റൽ എക്സ്പെൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ വേഴ്സസ് റവന്യൂ എന്താണെന്ന് പഠിച്ചു, ഡിഡക്ഷൻ വേഴ്സസ് എക്സംഷൻ എന്താണെന്ന് പഠിച്ചു. ദെൻ ലാസ്റ്റ് ഡിഫറൻസ് ഇൻകം ടാക്സ്, ഇൻകം ടാക്സ് വേഴ്സസ് സെസ്. ഓക്കെ, സോ പൊതുവെ സെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ടിൻ്റെ ഇനി നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ഓക്കെ, HEC ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി നമ്മൾ മുന്നോട്ടുള്ള നമ്മളെ യാത്രയിൽ നമ്മൾ പഠിക്കുമ്പോൾ പലയിടത്തും ഇൻകം ടാക്സ്, സെസ് എന്നാണ്. അപ്പോൾ ഈ രണ്ട് വേർഡ്സിൻ്റെ മീനിങ് എന്താണ്? ഓക്കെ, എന്താണ് ഇൻകം ടാക്സ് എന്നുള്ളത്? ഇൻകത്തിൻ്റെ മുകളിലുള്ള ടാക്സ് അല്ലേ. അപ്പോൾ ഇൻകത്തിൻ്റെ മുകളിലുള്ള ടാക്സ് ആണെങ്കിൽ ഈ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ എന്തുമില്ലായിരിക്കും? കാൽക്കുലേറ്റഡ് ഓൺ ഇൻകം അല്ലേ. അപ്പോൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തുമില്ലായിരിക്കും? ഇൻകത്തുമില്ലായിരിക്കും. എനിക്ക് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻകത്തുമില്ലായിരിക്കും. അപ്പോൾ ഇൻകം എത്രയാണോ അത് കമ്പ്യൂട്ട് ചെയ്തിട്ട്, സോ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ടാക്സ് കാൽക്കുലേഷൻ ആണോ ഇൻകം കാൽക്കുലേഷൻ ആണോ ബുദ്ധിമുട്ടുള്ളത്? ഒബ്വിയസ്ലി ഇൻകം കാൽക്കുലേഷൻ ആണ്. ഓക്കെ, സോ ടാക്സ് കാൽക്കുലേഷൻ ഈസിയാണ്. ദെൻ ആ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇൻകം എത്രയാണെന്ന് കണ്ടുപിടിക്കലാണ് കുറച്ചും കൂടി ഡിഫിക്കൽട്ട്. ഓക്കെ, അപ്പോൾ ഇൻകം കമ്പ്യൂട്ടേഷൻ ചെയ്യുക, ദെൻ ആ ഇൻകത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക? അപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സ് റേറ്റ് ചെയ്തിട്ട് ഇൻകം ടാക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇൻകം ടാക്സ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ എന്താണ്? ഇൻകം ആണ് അല്ലേ. ദെൻ ഇങ്ങനെ കിട്ടുന്ന ഇൻകം ടാക്സ്, ഗവൺമെൻറ്റിലോട്ട് വരുന്ന ഇങ്ങനെ കിട്ടുന്ന ഇൻകം ടാക്സ് ഗവൺമെൻറ്റിന് എന്ത് പർപ്പസിനുള്ള ഉപയോഗിക്കാം? അതിപ്പോൾ റോഡ് ഉണ്ടാക്കാനായിക്കോട്ടെ, പാലുണ്ടാക്കാനായിക്കോട്ടെ, എന്ത് പർപ്പസിനും. ഓക്കെ, സോ എനി പർപ്പസിന് യൂട്ടിലൈസേഷൻ എന്താണ്? പോസിബിൾ ആണ്. ഓക്കെ, സോ യൂട്ടിലൈസ്ഡ് ഫോർ ദി എനി പർപ്പസ്. ഓക്കെ, അതാണ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ടാക്സിൻ്റെ പ്രത്യേകത. നേരെ മറിച്ച് എന്താണ് സെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെസ് നോർമലി ഈ ഇൻകം ടാക്സ് ഉണ്ടല്ലോ, എത്രയാണെന്നുള്ള ഇൻകം ടാക്സ് ഇവിടെ കണ്ടുപിടിച്ച് ആ ഇൻകം ടാക്സിൻ്റെ മുകളിലാണ് എന്ത് കൊടുക്കേണ്ടത്? സെസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻകം ടാക്സ് ഇൻകത്തിൻ്റെ മുകളിൽ, ആ ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് കണ്ടുപിടിച്ചു, ആ ടാക്സിൻ്റെ മുകളിലാണ് എന്ത് കൊടുക്കേണ്ടത്? സെസ് കൊടുക്കേണ്ടത്. ഓക്കെ, ടാക്സിൻ്റെ മുകളിലാണ് സെസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആണ് ഇൻകം ടാക്സിൽ പറയുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് എന്ത് കൊടുക്കേണ്ടത്? അപ്പോൾ കാൽക്കുലേറ്റഡ് ഓൺ ഇൻകം
ടാക്സ്. ഓക്കെ, അപ്പോൾ ഇൻകത്തിൻ്റെ മുകളിൽ ഇൻകം ടാക്സ് കണ്ടുപിടിക്കുന്നു, ആ ഇൻകം ടാക്സിൻ്റെ മുകളിൽ എന്ത് കണ്ടുപിടിക്കുന്നു? സെസ് കണ്ടുപിടിക്കുന്നു. ഈ സെസ്സിൻ്റെ പ്രത്യേകത ഓൺലി സ്പെസിഫിക് പർപ്പസിന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ സെസ് എന്ന് പറഞ്ഞ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ആ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ പർപ്പസിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? യൂട്ടിലൈസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇൻകം ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ ഇൻകം ടാക്സിൻ്റെ മുകളിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത് ഏതാണ്? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, HEC അഥവാ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആണ്. അപ്പോൾ അതെന്തിന് മാത്രം? ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആ സർവീസുകൾക്ക് മാത്രം. ഓക്കെ, അല്ലെങ്കിൽ അത്തരം പ്രോഗ്രാമുകൾക്ക് ഗവൺമെൻറ് ഹെൽത്തിലും എഡ്യൂക്കേഷനും വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന അത്തരം എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് ഏത് എമൗണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഈ സെസ് എമൗണ്ട് കളക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കുക. ടാക്സ് എനി പർപ്പസിന് ഉപയോഗിക്കുന്ന സമയത്ത് സെസ് ഓൺലി ഫോർ ദി സ്പെസിഫിക് പർപ്പസസിന് മാത്രമേ നമ്മൾ, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പർപ്പസ് എന്താണോ പറഞ്ഞല്ലോ അതിന് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇൻകം ടാക്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആണ്, വിച്ച് ഈസ് 4% ഓഫ് എന്ത്? ഇൻകം ടാക്സ്. ഓക്കെ, ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തത് എത്രയാണോ അതിൻ്റെ 4%. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? ആ ഇൻകം ടാക്സ് അതിൻ്റെ 4% ആണ് നമുക്ക് എന്തായിട്ട് കൊടുക്കേണ്ടത്? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഇൻകം ടാക്സിന് മുകളിൽ HEC അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആണെങ്കിലും ഇതല്ലാതെ തന്നെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് മറ്റ് ടാക്സിലൊക്കെ ഉള്ള സമയത്ത് തന്നെ ഇപ്പോൾ സർവീസ് ടാക്സ്, ഇപ്പോൾ GST വരുന്നതിന് മുമ്പ് സർവീസ് ടാക്സ് ഉണ്ടായ സമയത്ത് നമുക്ക് മറ്റ് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് SBC, ദാറ്റ് ഈസ് നമുക്ക് സ്വച്ഛ് ഭാരത് സെസ്, അതുപോലെ തന്നെ KKC, ദാറ്റ് ഈസ് കൃഷി കല്യാൺ സെസ്, അതുപോലെ തന്നെ KFC. ഓക്കെ, ഇതാണ് KFC. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് 2018 ഫ്ലഡ് മൂലമുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ നികത്താൻ വേണ്ടിയിട്ട് ആ ഒരു സ്പെഷ്യൽ പർപ്പസിനായിട്ട് നമ്മൾ കേരള ഫ്ലഡ് സെസ് ഒക്കെ എന്ത് ചെയ്തിരുന്നു? GSTയിൽ B2C സപ്ലൈകളിൽ GSTയിൽ കസ്റ്റമർ കൊടുക്കുന്ന, ഓക്കെ, ബിസിനസ് ടു ബിസിനസ് അല്ല, ബിസിനസ് ടു കസ്റ്റമർ പോലെയുള്ള ട്രാൻസാക്ഷൻസിലൊക്കെ നമുക്ക് KFC എന്നുള്ള ഒരു ടാക്സ് ഉണ്ടായിരുന്നു, കേരള ഫ്ലഡ് സെസ്. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു കളക്ട് ചെയ്തിരുന്ന കേരള ഗവൺമെൻറ്? അതിൽ നിന്ന് കിട്ടുന്ന പൈസ നമ്മളുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് വന്ന ആ ഫ്ലഡ് മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ അത് നികത്താൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പർപ്പസിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഡിഫറൻസ്, ഇൻകം ടാക്സ് എനി പർപ്പസിന് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഇൻകം, വേർ സെസ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ടാക്സ് ആണ്. ഓക്കെ, ടാക്സ് മൂലമാണ് സെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സച്ച് എമൗണ്ട് ക്യാൻ ബി യൂട്ടിലൈസ് ഓൺലി ഫോർ ദി പർട്ടിക്കുലർ, അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇൻകം ടാക്സിൻ്റെ മുകളിൽ നമ്മൾ 4% ആണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ ഫൗണ്ടേഷൻ ബേസിക് ലെവൽ എന്ന് പറയുന്നത്. വൺസ് ഇവിടം വരെ നമ്മൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടാക്സ് കമ്പ്യൂട്ടേഷൻ എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ഹെഡിലോട്ട് നല്ല പോകുന്നു. നമ്മൾ ഏകദേശം 10-30ഓളം ക്വസ്റ്റ്യൻസ് നമ്മളെ ടാക്സ് കാൽക്കുലേറ്റ്, എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇൻകം ടാക്സ് ഒരു ന്യൂമറിക്കൽ പേപ്പറാണോ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക കണക്കൂട്ടാണല്ലോ, അല്ലെ പ്രോബ്ലം പേപ്പറാണോ, അല്ലെങ്കിൽ തിയറി പേപ്പറാണോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും. ആക്ച്വലി ഇൻകം ടാക്സ് ഒരു തിയറി പേപ്പറാണ്. ഓക്കെ, സോ കണക്ക് കൂട്ടുക എന്ന് പറയുന്നത് 10, 15, 20 കൂട്ടാനൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊരു കണക്കായിട്ട് എടുക്കേണ്ട, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം പേപ്പറായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് കോസ്റ്റിംഗ് പോലെയോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പോലെയുള്ളൊരു പ്രോബ്ലം പേപ്പറല്ല നമുക്ക് എന്ത് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. പകരം ഒരു തിയറി ആണ്, 90% തിയറി എന്ന് പറഞ്ഞാൽ. ദെൻ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ കുറച്ച് നമ്പേഴ്സിന് എന്ത് ചെയ്യുക? കൂട്ടാനും കുറക്കാനേ ഉള്ളൂ. അപ്പോൾ തിയറിയാണ് ഇമ്പോർട്ടൻറ്റ്, അത് മനസ്സിലാക്കുക, പ്രൊവിഷൻസ് പഠിക്കുക, ദെൻ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ദർ ഷുഡ് ബി ഒരു പ്രോപ്പർ ബാലൻസ് ഉണ്ടായിരിക്കണം തിയറി പ്രോബ്ലംസിൻ്റെ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടാക്സ് കമ്പ്യൂട്ടേഷൻ കാര്യങ്ങളായിരിക്കും. വൺസ് ടാക്സ് കമ്പ്യൂട്ടേഷൻ നമ്മൾ ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ടാക്സ് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ടുള്ള തിയറട്ടിക്കൽ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതാത് ഹെഡുകളിലേക്ക് സാലറി, PGB, ഹൗസ് പ്രോപ്പർട്ടി, PGBP അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക, പഠിച്ച് റിവൈസ് ചെയ്ത് സെറ്റായിട്ട് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് എന്ത് ചെയ്യാം? ടാക്സ് കമ്പ്യൂട്ടേഷൻസ്, അതിൻ്റെ എത്ര % ടാക്സ് കൊടുക്കണം, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്.